ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരു പകൽ അവിടുന്ന് വ്യാപരിച്ച എല്ലാ ദൈവകൃപകൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങളുടെ ഇടവകയുടെ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ കർത്താവെ കൺവെൻഷൻ ക്രമീകരിക്കുവാനും അതിന്റെ 3-ാമത്തെ ശനിയാഴ്ച സന്ധ്യയെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും നിന്റെ സന്നിധിയിലായിരിക്കാൻ അവിടെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന വിലയേറിയ സാവകാശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിലും അവിടുന്ന് വ്യാപരിച്ച എല്ലാ ദൈവ കൃപകൾക്കായി സ്തുതിക്കുന്നു. ദൈവമേ, അവിടുത്തെ വചനത്തിലൂടെ നിരന്തരമായി അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നുവല്ലോ. ദൈവമേ, ജീവിതത്തിലെല്ലായ്പ്പോഴും കർത്താവെ നിന്റെ ശബ്ദം തിരിച്ചറിയുവാനും നിന്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കി ദൈവമേ നിന്റെ വചനം ഞങ്ങളോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ ഹിതത്തിനനുസരിച്ച് നയിപ്പാൻ തുടർന്നും ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും വലിയ പ്രതീക്ഷയോടുകൂടിയാണല്ലോ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. വ്യക്തമായ ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടി ഞങ്ങൾ നീ ആക്കിയിരിക്കുമ്പോൾ കർത്താവെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കുവാൻ തുടർന്നും ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഈ സമയത്ത് നിന്ന് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ജിജു അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മകനെ നീ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. നിന്റെ മകന്റെ ശുശ്രൂഷകളിലൊക്കെ അവിടുന്ന് വ്യാപരിക്കുന്ന എല്ലാ ദൈവ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവെ. ഇന്നത്തെ വചന കേൾവി കർത്താവെ അത് ഏറ്റവും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്റെ മകനെ നീ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിൽ പങ്കെടുക്കുന്ന നിന്റെ ഓരോ മക്കളെയും തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ വിലയേറിയ അവസരം അവിടുന്നാണ് ഞങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന ബോധ്യത്തോടുകൂടെ താഴ്മയോടും വിനയത്തോടും കൂടെ കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ആയിരിക്കാനും അവിടുത്തെ ശബ്ദം കേൾപ്പാന് അതിനോട് ക്രിയാത്മകമായി പ്രതികരിപ്പാൻ തുടർന്നും ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ കർത്താവെ വിവിധ രീതിയിൽ നേതൃത്വം നൽകുന്ന നിന്റെ ഓരോ മക്കളെയും തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ നിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. ആദ്യോടം നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ. സകലവും യേശുവിന്റെ നാമത്തിന് യാചിക്കുന്നു, കൃപയോട് കേൾക്കണമേ. അടുത്തായിട്ട് നമ്മുടെ സിംഗിങ് സെഷനാണ്. നമ്മുടെ യുവജനങ്ങൾ അതിന് നേതൃത്വം നൽകുന്നതായിരിക്കും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, തമ്പൂരാന്റെ തിരുവാചനമോർപ്പിക്കുമ്പോളാകവേ, തമ്പൂരാന്റെ തിരുവാചനമോർപ്പിക്കുമ്പോളാകവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ. രാവിലും പകലിലും ചേലിടു തൻ പാലനം, ഭാവിലും പകലിലും ചേലിടു തൻ പാലനം, ഭൂവിയിലെനിക്കുള്ള ദീനാൽ മാലിനില്ല കാരണം, ഭൂവിയിലെനിക്കുള്ള ദീനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ. You are my refuge, you are my fortress, you are my friend in need, you are my God. I will worship you with all of my heart, I will seek your face all through my life. I will serve you, Lord,
that I have, here I am. Here I am, oh Lord. Here I am, oh Lord. Here I am, oh Lord. Here I am. നീ എന്റെ രക്ഷകനും നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി, അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. You are my shepherd, you are my conqueror, you are my hiding place, you are my God. I will worship you with all of my heart. I will seek your face all through my life. I will serve you, Lord, with all that I have. Here I am. Here I am, oh Lord. Here I am, oh Lord. Here I am, oh Lord. Here I am. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. എല്ലാം പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉളവനെ പോൽ, ഒന്നുമില്ലായ്മയിലും എല്ലാം ഉളവനെ പോൽ എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാം പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല.
വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ, വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. The steadfast love of the Lord never ceases. His mercies never come to an end. They are new every morning, new every morning. Great is thy faithfulness, O Lord. Great is thy faithfulness. Bless the Lord, O my soul, O my soul. Worship his holy name. Sing like never before, O my soul. I worship your holy name. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, O my soul, O my soul. Worship his holy name. Sing like never before, O my soul. I worship your holy name. You're rich in love and you're slow to anger. Your name is great and your heart is kind. For all your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, O my soul, oh my soul. Worship his holy name. Sing like never before, oh my soul. I worship your holy name. And on that day when my strength is failing, the end draws near and my time has come, still my soul will sing your praise unending. 10,000 years and forevermore. Bless the Lord, oh my soul, oh my soul. Worship his holy name. Sing like never before, oh my soul. I worship your holy name. എൻ കർത്താവേ, നിൻ കരങ്ങൾ നിർമ്മിച്ച ലോകമെല്ലാം എൻ കൺകൾ കാൺകയിൽ, ഇടിമിന്നൽ താരഗണങ്ങൾ കണ്ടാൽ എൻ ദൈവമേ നീ എത്ര ഉന്നതൻ. പാടും എന്നും എന്നുള്ളം ദൈവമേ, തുല്യമില്ല ഉന്നതൻ നീ. പാടും എന്നും എന്നുള്ളം ദൈവമേ, തുല്യമില്ല ഉന്നതൻ
തന്നെ കാട്ടിലൂടെ ഞാൻ അലഞ്ഞു തിരിഞ്ഞു, പക്ഷികളൻ മൃദുസ്വരം കേട്ടു. വാഹിനികൾ ഒഴുകും ശബ്ദം കേട്ടു. എന്നാലിൽ ഞാൻ നിൻ ശക്തി കാണുകയിൽ പാടും എന്നും എന്നുള്ളം ദൈവമേ. തുല്യമില്ല ഉന്നതൻ നീ, പാടും എന്നും എന്നുള്ളം ദൈവമേ. തുല്യമില്ല ഉന്നതൻ നീ. തൻ സുനുവേ ആദരിയാതെ ദൈവം ശാപമാക്കി ദൈവപുത്രനെ. വൻക്രൂശിൽ തൻ പുണ്യാഹരക്തം ചിന്തി എൻ മഹാപാപഭാരം നീക്കിയേ. പാടും എന്നും എന്നുള്ളം ദൈവമേ. തുല്യമില്ല ഉന്നതൻ നീ, പാടും എന്നും എന്നുള്ളം ദൈവമേ. തുല്യമില്ല ഉന്നതൻ നീ. യേശുവരും വിജയാരവത്തോടെ വാനത്തിൽ എന്നെ ചേർത്തുകൊള്ളുമ്പോൾ ആനന്ദത്തിൻ കണ്ണീർ കണങ്ങൾ വീഴ്ത്തി ആരാധിച്ചിടും പൊന്നുനാഥനെ. പാടും എന്നും എന്നുള്ളം ദൈവമേ. തുല്യമില്ല ഉന്നതൻ നീ, പാടും എന്നും എന്നുള്ളം ദൈവമേ. തുല്യമില്ല ഉന്നതൻ നീ. അടുത്ത ബൈബിൾ റീഡിംഗ് മിസ്റ്റർ ജോബിൻ ജോസ്. ബൈബിൾ റീഡിംഗ് മിസ്റ്റർ ജോബിൻ ജോസ്. ഹബക്കൂക്ക് 2-ാം അധ്യായം 1 മുതൽ 3 വരെ. ഞാൻ കൊത്തളങ്ങളിൽ നിന്നു കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്റെ അരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കൂ. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. 3-ാം അധ്യായം 17 മുതൽ 19 വരെ. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിലെ അനുഭവം ഉണ്ടാകുകയില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടത്തുമാറാകുന്നു. അടുത്തായിട്ട് പ്രയർ ഷൈനി സമൻ. പ്രാർത്ഥന ഷൈനി സമൻ.
ഞായറാഴ്ചകളിലെ മീറ്റിങ്ങും എല്ലാ ഉത്തരവാദിത്തങ്ങളും ക്രമമായി ചെയ്യുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. സാധിച്ചില്ലെങ്കിലും ജില്ലാ അടുത്തതായിട്ട് വെൽക്കം മിസ് സ്നേഹ സേറ തോമസ്. വെൽക്കം മിസ് സ്നേഹ സേറ തോമസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നേ ദിവസം യൂത്ത് കൺവെൻഷനായി കൂടി വരുവാൻ ദൈവം തന്ന മുഖാന്തരങ്ങൾക്കായി ദൈവത്തിന് നന്ദി കരയിക്കണം. യുവാക്കൾ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിലൂടെ കൈവരുന്ന ആത്മചൈതന്യവും നിറവും ബലവും ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ നമ്മെ ശക്തിയുള്ളവരും പ്രാപ്തിയുള്ളവരും ആക്കി തീർക്കുമെന്ന് കഴിഞ്ഞ 2 ആഴ്ചകളിലെ വചന ശുശ്രൂഷയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി കരയിക്കാം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഈ മീറ്റിംഗിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ്. ഇന്നത്തെ കൺവെൻഷൻ മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ അജു മാത്യു ആണ്. അച്ഛൻ നമ്മുടെ ഇടവകയുടെ യുവജന സഖ്യത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. എറണാകുളം മെഡിക്കൽ സെന്ററിലെ ഓൺകോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഏത് തിരക്കിനിടയിലും യുവജന സഖ്യത്തിന് അച്ചാച്ചനിലൂടെ ലഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പിന്തുണയും പ്രശംസനീയമാണ്. ഡോക്ടർ അജു മാത്യുവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇടവക വികാരിയായിരിക്കുന്ന റെവറൻഡ് ഡോക്ടർ ഇ സാബു ഫിലിപ്പ് അച്ഛൻ യുവജന സഖ്യത്തിന് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രാർത്ഥനകൾക്കുമായി നന്ദി കരയിക്കുന്നു. റെവറൻഡ് ഡോക്ടർ ഇ സാബു ഫിലിപ്പ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയിലെ
സഹവികാരിയായിരിക്കുന്ന റെവറൻഡ് സ്കറിയ ജോൺ അച്ഛനാണ് നമ്മുടെ യുവജന സഖ്യം പ്രസിഡന്റായി ചുമതല നിർവഹിക്കുന്നത്. അച്ഛനിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായത്തിനുമായി നന്ദി അർപ്പിക്കുന്നു. റെവറൻഡ് സ്കറിയ ജോൺ അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും നമ്മുടെ കൺവെൻഷനിൽ വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്നത് റെവറൻഡ് ജോജു വർഗീസ് അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ പേരൂർക്കര മർത്തോമ ഇടവകയിലെ സഹവികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ ജനിച്ചു വളർന്നത് ഗുജറാത്തിലെ ബറോഡയിലാണ്. ഗുജറാത്തിൽ നിന്നുള്ള മൂന്നാമത്തെ വൈദികനാണ് അച്ഛൻ. കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള ക്യാമ്പുകൾക്കും കോൺഫറൻസുകൾക്കും അച്ഛൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഈ യൂത്ത് കൺവെൻഷനിലേക്ക് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചന കേൾവി നമുക്ക് ഏവർക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിന്റെ യൂത്ത് ചാപ്ലിനായി പ്രവർത്തിക്കുന്ന റെവറൻഡ് ജോൺ ഗീവർഗീസ് അച്ഛൻ നമുക്ക് നൽകുന്ന പിന്തുണയ്ക്കായി നന്ദി അർപ്പിക്കുന്നു. അച്ഛന്റെ അഭാവത്തിലും അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അച്ഛന്മാരെയും മറ്റിടവകകളിലെ യുവജന സഖ്യാംഗങ്ങളെയും സീനിയർ മെമ്പേഴ്സിനെയും സുഹൃത്തുക്കളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയിലെ യുവജന സഖ്യാംഗങ്ങളെയും ഭാരവാഹികളെയും സീനിയർ യൂത്ത് അംഗങ്ങളെയും സീനിയർ മെമ്പേഴ്സിനെയും ഈ മീറ്റിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യേണ്ടിയിരുന്നത് ഡോക്ടർ അജു മാത്യു ആണ്. ഡോക്ടർ അജു തിരുവല്ലയിൽ പോയിട്ട് തിരിച്ച് നമ്മുടെ എറണാകുളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക യാത്രയിലാണ്. ഇപ്പോൾ ഡോക്ടർ അജു ഇടയ്ക്കൊന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അജുവിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഇടയ്ക്ക് അനൗൺസ്മെന്റ് ഏറ്റെടുത്തത്. അപ്പോൾ പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി നമ്മുടെ യുവന സഖ്യത്തിന്റെ വൈസ് പ്രസിഡന്റായി ശുശ്രൂഷ നിർവഹിക്കുന്ന ഡോക്ടർ അജു മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി ജിജോ അച്ഛൻ, പ്രിയപ്പെട്ട സാബു ഫിലിപ്പ് അച്ഛൻ, പ്രിയപ്പെട്ട സ്കറിയ ജോൺ അച്ഛൻ, എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഭാജനങ്ങളെ, ആദ്യമായിട്ട് എനിക്കൊരു ക്ഷമാപണം ആണ്, നന്ദിയുമുണ്ട്. സ്കറിയ ജോൺ അച്ഛനോട് ഷോർട്ട് നോട്ടീസിൽ എനിക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ആ കർത്തവ്യം ഏറ്റെടുത്തതിന് ക്ഷമാപണം. ഞാൻ കാറിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്യുന്നത്. തിരുവല്ലയില് പോയി മെത്രാപ്പോലീത്ത തിരുമേനിയെ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് കാരണം ആണ് ഈ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ ലോഗിൻ ചെയ്യേണ്ടി വന്നത്. എന്നിരുന്നാലും നമ്മുടെ സഭയിൽ, നമ്മുടെ ഇടവകയിൽ ആദ്യമായിട്ടാണ് യുവജനങ്ങൾ ഒരു കൺവെൻഷൻ ഓർഗനൈസ് ചെയ്യുന്നത്. ഞാൻ ഈ മാസ്ക് ഇട്ട് സംസാരിക്കാനുള്ള കാര്യം എൻ്റെ കാറിലായതുകൊണ്ട് വേറൊരു വ്യക്തി ഉള്ളത് കൊണ്ടുകൂടിയാണ്, ക്ഷമിക്കുക. നമ്മുടെ ഇടവകയിൽ ആദ്യമായിട്ടാണ്, ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യൂത്ത് കൺവെൻഷൻ നടത്തുന്നത്. ഇതിനെപ്പറ്റി ആദ്യം സാബു അച്ഛനും സ്കറിയ ജോൺ അച്ഛനും ഒക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു, ഇത് നടക്കുമോ, ഇത് എത്രത്തോളം സക്സസ് ആകും, നമ്മുടെ യുവജനങ്ങൾക്ക് ഇതിനോട് താല്പര്യം കാണുമോ എന്നുള്ളത്. എന്നാൽ നല്ല ഒരു ടേൺ ഔട്ടും പ്രാർത്ഥനയോടുകൂടി എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചകളിലെ മീറ്റിംഗിലും നല്ലതായിട്ട് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടു. നല്ല മെസ്സേജുകൾ കേൾക്കാൻ സാധിച്ചു. ദൈവകൃപ അധികമായിട്ട് യുവജനങ്ങളിലൂടെ ഇടവകയിലേക്ക് വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൗവനം വചനാധിഷ്ഠിതമായ ജീവിതം എന്നുള്ള ചിന്തയാണ് നമ്മൾ ഈ വർഷത്തെ യുവജന വാരത്തെ ചിന്തിക്കുന്നത്. ഇത് പറയാനായിട്ട് ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. അതിനുശേഷം നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന മെയിൻ അഡ്രസ്, മെയിൻ സെർമൺ ജിജോ അച്ഛനിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. നമ്മുടെ ചേരാനെല്ലൂര് ഒരു സ്ത്രീ താമസിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ്, ഒരു 10-50 വർഷം മുമ്പത്തെ കഥയാണ്. ചേരാനെല്ലൂര് പട്ടണത്തില് അല്ലെ ഗ്രാമത്തിൽ അന്നത്തെ ഏറ്റവും സമ്പത്തുള്ള സ്ത്രീയായിരുന്നു അവര്. പക്ഷെങ്കിൽ ഈ സമ്പത്തൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, ആളൊരു പിശുക്കിയായിരുന്നു. അപ്പൊ ഈ ചേരാനെല്ലൂർ ഗ്രാമത്തില് കറണ്ട് വന്ന സമയത്ത്, ആദ്യമായിട്ട് കറണ്ട് വരിക, ആദ്യം KSEBയില് ഈ കറണ്ടിന് അപ്ലിക്കേഷൻ കൊടുത്തത് ഈ പിശുക്കിയായ സമ്പന്നത നിറഞ്ഞ ഈ വിധവയാണ്, ഈ സ്ത്രീയാണ്. അപ്പൊ ആ ഗ്രാമത്തിലെ നിവാസികളൊക്കെ വണ്ടറടിച്ചു. അപ്പോ ഇവരെ പോലൊരു അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൾ എന്നൊക്കെ പറഞ്ഞ് കേൾക്കത്തില്ല, ഇത്ര പിശുക്കിയ ഒരുത്തി പോയി ഈ കറണ്ട് കണക്ഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നു. എല്ലാവരും ഞെട്ടി. അങ്ങനെ ചേരാനെല്ലൂർ ഗ്രാമത്തിൽ ആദ്യമായിട്ട് കറണ്ട് കണക്ഷൻ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ അമ്മച്ചിക്ക്. പക്ഷെ ഒരു മാസം കഴിഞ്ഞു KSEB ഓഫീസർ മീറ്റർ വായിക്കാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ വന്നിട്ട് ബെല്ലടിച്ചു. അമ്മച്ചി വാതിൽ തുറന്നു.
അപ്പൊ KCB ഓഫീസർ ചോദിച്ചു, അമ്മച്ചി കറണ്ട് ഒക്കെ കിട്ടിയല്ലോ, പക്ഷെ ഇവിടുത്തെ മീറ്റർ വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എന്നാ വർക്കിംഗ് ആയിരിക്കുമല്ലോ, കറണ്ട് ഒക്കെ ഉണ്ടല്ലോ, പിന്നെന്താ അമ്മച്ചി ഇവിടുത്തെ മീറ്റർ തിരിയുന്നില്ലല്ലോ? ഓ അതെ, ഞാന് രാത്രി ആകുമ്പോഴത്തേക്ക് സന്ധ്യ ആകുമ്പോ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യും, എന്നിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യും. അപ്പോ ഈ അമ്മച്ചിക്ക് വീട്ടിലോട്ട് കറണ്ട് കണക്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് സ്വിച്ച് ഓൺ ചെയ്യും, പിന്നെ അതങ്ങ് ഓഫ് ചെയ്യും. അപ്പൊ നമ്മൾ പലരും ദൈവവചനമായിട്ടുള്ള നമ്മുടെ ബന്ധം ഇതുപോലെ. നമുക്കൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട് ഈ സാധനം, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ദൈവവചനവുമായിട്ട് കണക്റ്റഡ് ആകുവാനും ദൈവവചനത്തോടുകൂടി സ്ഥിരമായിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുവാനും അതിനകത്തുനിന്ന് പവർ കിട്ടാനും നമുക്ക് ആർക്കും വലിയ താല്പര്യമില്ല. രൂപാന്തരം, ട്രാൻസ്ഫോർമേഷനോട് വലിയ താല്പര്യമില്ല. അപ്പം വചനാധിഷ്ഠിതമായ ജീവിതം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യം ദൈവവചനവുമായിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് കണക്ഷനാണ്. ഈ സ്ത്രീയുടെ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, നമുക്കുള്ള ആ പവർ കണക്ഷൻ വെച്ചിട്ട് കാര്യമില്ല, നോക്കിയിരുന്നിട്ട് കാര്യമില്ല, വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെടുത്ത് ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പോൾ ഈ വർഷം ഈ ചിന്തയിലൂടെ തന്നെ നമുക്ക് തുടർന്നുള്ള ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിലും നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലും യുവജനങ്ങൾ എന്ന രീതിയിൽ മാത്രമല്ല, ഇന്ന് എല്ലാ പ്രായക്കാരും യുവജനങ്ങൾ എന്നാണ് പറയുന്നത്. അമിതാഭ് ബച്ചനെ കണ്ടാൽ ചെറുപ്പമാണ്, മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ ഫോട്ടോ നമ്മൾ കാണുന്നു. ഇപ്പൊ ചെറുപ്പം, യുവജനം എന്നുള്ള പ്രായം നിർണ്ണയിക്കാൻ സാധിക്കുന്നില്ല. മിഡിൽ ഈസ്റ്റിലെ ദുബായിലെ ഒക്കെ യുവജനസഖ്യ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വയസ്സന്മാരാ. അതേസമയം നമ്മുടെ യുവജനസഖ്യ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്കൂൾ പിള്ളേരാ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷെങ്കിൽ അപ്പൊ യുവജന വാരം എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊരു പ്രായമില്ല. എന്നെ കേൾക്കുന്ന സഭാ ജനങ്ങൾക്കും ഇത് കറക്റ്റായിട്ട് ഈ വചനാധിഷ്ഠിതമായ ജീവിതം എന്നുള്ളൊരു ചിന്ത വാലിഡാണ്. അതുകൊണ്ട് അടുത്തൊരു വർഷം യുവജന സഖ്യമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം വചനവുമായിട്ട്, ദൈവവചനവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം, ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങും കൃപയും അധികമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ശുശ്രൂഷയ്ക്കായിട്ട്, വചന ശുശ്രൂഷയ്ക്കായിട്ട് ജിജോ അച്ഛനെ ഹാർദവം സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ റജു മാത്യു, പ്രിയപ്പെട്ട ബഹുമാനമുള്ള സാബു ഫിലിപ്പ് അച്ഛൻ, പ്രിയപ്പെട്ട സ്കറിയ ജോൺ അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇത്തരത്തിൽ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് അവിടുന്ന് വന്നു ചേരുവാൻ തക്കോണം ഇടയായി തീർന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട സാബു ഫിലിപ്പ് അച്ഛനും ബഹുമാനപ്പെട്ട സ്കറിയ ജോൺ അച്ഛനും യുവജന സഖ്യത്തിൻ്റെ എല്ലാവിധമായ ഭാരവാഹികളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാകുന്നു. പ്രിയപ്പെട്ട ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ റജു മാത്യു വളരെ നല്ലൊരു ആമുഖമാണ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടും തിരഞ്ഞെടുത്തതായിട്ടുള്ള ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി അത് നൽകിയതിൽ ഉള്ള ഒരു വലിയ സന്തോഷം ഈ സമയത്ത് അറിയിക്കുകയാണ്. തിരക്കിൻ്റെ മധ്യയിലും ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്, പള്ളിയിലേക്ക് എത്തിച്ചേർന്നില്ലേലും കുഴപ്പമില്ല, പ്രാർത്ഥന നടക്കുന്ന ഭവനത്തിൽ എത്തിച്ചേർന്നില്ലേലും കുഴപ്പമില്ല, ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഈ ഒരു ശുശ്രൂഷയിൽ ഒരേ മനസ്സോടുകൂടെ വെർച്വലി ആണെങ്കിലും നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധ്യമായി തീരും. അത്തരത്തിലാകുന്നല്ലോ ഇന്ന് പ്രിയ ഡോക്ടർ റജു മാത്യുവിനും പങ്കെടുക്കാൻ സാധ്യമായി തീരുന്നത്. ബഹുമാനപ്പെട്ട സാബു ഫിലിപ്പ് അച്ഛനും സ്കറിയ ജോൺ അച്ഛനും വളരെ സ്നേഹം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരാണ്, വളരെ അടുപ്പമുള്ള അച്ഛന്മാരാണ്. സാബു ഫിലിപ്പ് അച്ഛൻ ഞങ്ങളുടെ അടുത്തു നിന്നാണ് ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ അടുക്കലേക്ക് അവിടെ എത്തിച്ചേർന്നത്. ഈ കഴിഞ്ഞ നാളുകൾ JMM-ലെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വളരെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷകൾ പ്രിയപ്പെട്ട അച്ഛൻ കുടുംബമായിട്ട് ഇവിടെ നിർവഹിക്കുകയുണ്ടായല്ലോ. പ്രിയപ്പെട്ട അച്ഛനിൽ കൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ ലഭിച്ച സന്തോഷവും സ്നേഹവും എല്ലാം വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്കറിയ ജോൺ അച്ഛൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങളുടെ ഗുജറാത്തിലെ ആദ്യത്തെ അച്ഛനാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ആത്മബന്ധം അത്തരത്തിലും ഞങ്ങൾക്ക് ഉണ്ട്. ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിൽ അങ്ങനെ ഗുജറാത്തിൽ നിന്ന് 7-8 അച്ഛന്മാർക്ക് ആകുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. അത്തരത്തിലെ ഒരു കൂട്ടായ്മ, അതിൽ ഞങ്ങളുടെ മൂപ്പനാണ് ബഹുമാനപ്പെട്ട സ്കറിയ ജോൺ അച്ഛൻ. ആ ഒരു സ്നേഹവും വാത്സല്യവും കരുതലും നിർദ്ദേശങ്ങളും എല്ലാം ബഹുമാനപ്പെട്ട അച്ഛനിൽ കൂടെ ഈ നാളുകളിൽ ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കോണം ഇടയായി തീരുന്നുണ്ട്. ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ടും അവിടുന്ന് ഇൻവൈറ്റ് ചെയ്തതിൽ ഏറെ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. ഞാനിവിടെ തിരുവനന്തപുരം പേരുക്കട ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞാനിവിടെ വന്ന നാൾ മുതൽ എന്നെക്കുറിച്ച് എൻ്റെ ഇടവകക്കാർക്കുള്ള ഒരു പരാതിയാണ്,
സാധാരണ രീതിയിൽ എൻ്റെ പ്രസംഗങ്ങളെല്ലാം ഭയങ്കര സ്പീഡാണ്. ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഒരു 80% ആളുകളും 75 വയസ്സിന് മുകളിലുള്ളവരാണ്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട അങ്കിൾ ആൻറ്റിമാർ എന്നോട് പറയും, അച്ഛാ സ്പീഡ് ഒന്നിച്ചിറ കുറയ്ക്കണം, ഞങ്ങളുടെ തലയ്ക്കകത്തോട്ടൊന്ന് കയറണം, അച്ഛനെ പോലല്ല ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ അല്പം സമയം ഞങ്ങൾക്ക് എടുക്കും. പക്ഷേ എന്തോ പണ്ട് തൊട്ടേ ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് ഒത്തിരി ശ്രമിക്കുന്നുവെങ്കിൽ പോലും ഈ പറയുന്ന ആ കഥയ്ക്കകത്ത് പറഞ്ഞ ആ പിശുക്കിയായ ആ അമ്മച്ചിയെ പോലെ എനിക്കും എൻ്റെ സ്പീഡ് അങ്ങോട്ട് നിയന്ത്രിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ സാധ്യമായി തീരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ശുശ്രൂഷ കുറച്ചും കൂടെ അർത്ഥവത്തായി തീരാൻ വേണ്ടിയിട്ട് സാങ്കേതികമായിട്ടുള്ള നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധമായ സാധ്യതകൾ ഉപയോഗിച്ച് ഈ ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായി തീരണം എന്നുള്ള ഒരു ആഗ്രഹവും താല്പര്യവുമുണ്ട്. മൊബൈലിൽ ഈ ഒരു ശുശ്രൂഷ വീക്ഷിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട യുവജന സഖ്യാംഗങ്ങൾ, മാതാപിതാക്കൾ, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ പോർട്രേറ്റ് മോഡിൽ വെക്കാതെ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കുകയാണെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ സമയത്ത് ചെറിയ പോയിന്റ്സ് ഒക്കെയും ഞാൻ എൻ്റെ സൈഡിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പോർട്രേറ്റ് മോഡിൽ വെച്ചാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധ്യമായി തീരത്തില്ല. അതായത് ഇങ്ങനെ നേരെ വെക്കണ്ട, ഇങ്ങനെ ചരിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് നിങ്ങൾക്ക് സാധ്യമായി തീരും. ലാപ്ടോപ്പിലുള്ളവർക്കും ഡെസ്ക്ടോപ്പിലുള്ളവർക്കും അത്തരത്തിലെ ഒരു പ്രശ്നം നേരിടാനായിട്ട് ഇടയായി തീരത്തില്ല. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയിലായിരിക്കാം. നമ്മുടെ കരങ്ങളിലൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആകുമ്പോൾ എല്ലാം കറണ്ട്, ഇന്റർനെറ്റ് നമുക്കും ഇവിടെ ഇരിക്കുന്ന എനിക്കും അവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുവാൻ തക്കോണം ത്രിയേക ദൈവം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ യുവജന സഖ്യ വാരവുമായിട്ട് ബന്ധപ്പെട്ട് 3 യോഗങ്ങൾ ക്രമീകരിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് സമാപന യോഗമായിട്ട് നമ്മൾ കൂടിയിരിക്കുകയാണല്ലോ. ദൈവത്തിന്റെ വചനം തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും ഈ ഒരു കാലഘട്ടത്തെ അതിജീവിക്കുവാൻ തക്കോണം ഉള്ള പ്രചോദനം, ആശ്വാസം ലഭിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വായിച്ച വേദഭാഗത്തിന്റെ ഒരു ഭാഗം ഒരിക്കൽ കൂടെ വായിച്ച് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതകളിന്മേൽ എന്നെ നടക്കുമാർ ആക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവവചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ നീ ഒരുക്കി തരുന്നതായിട്ടുള്ള ഓരോ നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം കരയറ്റുകയാണ്. പ്രിയ കർത്താവെ, ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിൽ കൂടെ ഞങ്ങൾ കടന്നുപോയാലും നിന്റെ വചനം ഞങ്ങൾക്ക് നൽകി തരുന്ന വലിയ ബലത്തിനായിട്ടും ആശ്വാസത്തിനായിട്ടും ഉറപ്പിനായിട്ടും കർത്താവെ, ഇതിനേക്കാളും പ്രയാസമേറിയ സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ നിന്നിൽ വിശ്വാസം അർപ്പിച്ചതായിട്ടുള്ള അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വിശ്വാസ സമൂഹവും അവരുടെയൊക്കെയും ജീവിതം ഒന്ന് പരിശോധിക്കുവാനും അത്തരത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളും ആക്കി തീർക്കുവാൻ തക്കോണം പ്രിയ കർത്താവ് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ ഞങ്ങൾക്കിടയായി തീരണമേ. അടിയനെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, നിന്റെ വചനം പറയാൻ തക്കോണം ബലപ്പെടുത്തണമേ. നൽകിയ ആലോചനകൾ വ്യക്തമായ രീതിയിൽ പറയാൻ വാക്കുകൾ നൽകി തരണമേ. കേൾക്കുന്ന പ്രിയ ജനത്തെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. യുവജനങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഓരോരുത്തരെയും നീ അവിടുന്ന് സ്പർശിക്കണമേ. ഞങ്ങൾ കാണാത്തതും ചിന്തിക്കാത്തതും സ്വപ്നം പോലും ചെയ്യാത്തതായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നീയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മുൻപോട്ടും വളരുവാൻ തക്കോണം ഇന്നത്തെ ഈ ശുശ്രൂഷ അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ ഒരു ജേർണലിസ്റ്റിനെ യെരുശലേമിലേക്ക് അസൈൻ ചെയ്തു. അവിടെ ചെന്ന് ഒരു റിപ്പോർട്ടൊക്കെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവൻ യെരുശലേമിലേക്ക് ചെന്ന് കഴിഞ്ഞ് അവിടെ ഒരു വെയിലിംഗ് വാൾ ഉണ്ട്. ആ വെയിലിംഗ് വാളിന്റെ അടുത്ത് തന്നെ ഒരു റൂമൊക്കെ എടുത്ത് അവിടെ താമസം തുടങ്ങി. അദ്ദേഹം എല്ലാ ദിവസവും ഈ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഈ വെയിലിംഗ് വാളിലേക്ക് നോക്കുമായിരുന്നു. അങ്ങനെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു കാഴ്ച അദ്ദേഹത്തിന് വളരെ അത്ഭുതമായിട്ട് തോന്നി. എല്ലാ ദിവസവും ഒരു പ്രായമായ വൃദ്ധനായ ഒരു മനുഷ്യൻ ഈ വെയിലിംഗ് വാളിന്റെ അടുക്കൽ വന്ന് രാവിലെ തൊട്ട് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം കണ്ടു, രണ്ടാമത്തെ ദിവസം കണ്ടു, ഒരാഴ്ച കണ്ടു, ഒരു മാസം കണ്ടു. അപ്പോൾ മനസ്സിലായി ഇത് സ്ഥിരമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ വരുന്ന ഒരാളാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഈ ആളിനെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നല്ല ഒരു കഥ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ ആളുടെ അടുക്കലേക്ക് അദ്ദേഹം അടുത്ത ദിവസം ചെല്ലുകയാണ്.
അടുത്ത ദിവസം ചെന്നിട്ട് അദ്ദേഹം കണ്ടുടനെ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എല്ലാ ദിവസവും ഈ വെയിലിംഗ് വാളിന്റെ അടുത്ത് വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ ജേർണലിസ്റ്റ് ചോദിച്ചു, എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ആർ പ്രേയിങ് ഫോർ? അപ്പോൾ ഈ പ്രായമായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നതാണോ നിങ്ങൾ അറിയേണ്ടത്? ഞാൻ രാവിലെ വരുന്നതായിട്ടുള്ള സമയത്ത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. തുടർന്ന് ലോക ഐക്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകും, ഭക്ഷണം കഴിക്കും, ചായ കുടിക്കും, ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് രോഗത്തിന് വേണ്ടിയിട്ട്, പ്രയാസത്തിൽ കഴിയുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഈ ജേർണലിസ്റ്റ് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ജേർണലിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ഇവിടെ വന്ന് ഈ വിഷയം തന്നെയാണോ വീണ്ടും 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 പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ തലയാട്ടി, അതെ, ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജേർണലിസ്റ്റിന് ഒരു കൗതുകം. അദ്ദേഹം ചോദിച്ചു, എത്ര നാളുകളായിട്ടാണ് താങ്കൾ ഇവിടെ വരുന്നത്? അപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഒരു 25 വർഷത്തോളമായി ഞാൻ ഇത് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇത് കേട്ടപ്പോൾ ഭയങ്കര ആശ്ചര്യം തോന്നി. അപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ജേർണലിസ്റ്റ് അദ്ദേഹത്തോട് അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി പ്രേയിങ് ഫോർ ദ ലാസ്റ്റ് 25 ഇയേഴ്സ്? എങ്ങനെ തോന്നുന്നു ഈ 25 വർഷം ഈ ഒരു പ്രാർത്ഥന ഇങ്ങനെ നിരന്തരമായിട്ട് മുടക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചതായിട്ടുള്ള സമയത്ത് ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഈ വൃദ്ധനായ മനുഷ്യൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഐ ഫീൽ ലൈക്ക് ഐ എം ടോക്കിംഗ് ടു എ വാൾ. ഞാൻ ഒരു മതിലിനോടാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. 25 വർഷക്കാലം ഒരേ വിഷയങ്ങൾ. വെയിലിംഗ് വാൾ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതായിട്ടുള്ള ഈ വൃദ്ധനായ മനുഷ്യൻ ഒരു ദിവസം പോലും മുടക്കം കൂടാതെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ഒരാള് വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്നതായിട്ടുള്ള മറുപടിയാണ്, ഈ നാളുകളെല്ലാം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു മതിലിനോടാണ് പ്രാർത്ഥിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷെങ്കിൽ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം, അനുഭവങ്ങൾ എടുത്തു നോക്കിയാൽ ഫെബ്രുവരി മാസം അവസാനം, മാർച്ച് മാസം തുടക്കത്തിൽ COVID-19 നമ്മുടെ രാജ്യത്തും വന്നു ചേർന്നു, നമ്മുടെ സംസ്ഥാനത്തും വന്നു ചേർന്നു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ ആരംഭിച്ച പ്രാർത്ഥനയാണ്. എന്നാൽ ചിലർക്കെങ്കിലും ഒക്കെയും ഒരു പക്ഷെങ്കിൽ തോന്നിക്കാണും, എവിടേക്കാണ് ഈ പ്രാർത്ഥന പോകുന്നത്, ആരോടാണ് ഞാൻ ഇത് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള തോന്നൽ തീർച്ചയായിട്ടും നമുക്ക് വരാമായിരിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം അങ്ങനെ സാധാരണ നമ്മൾ വായിക്കാത്തതായിട്ടുള്ള ഒരു പുസ്തകമാണ്. യുവജന സഖ്യ അംഗങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, താല്പര്യപ്പെടുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. പെട്ടെന്ന് തീരും, നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ നമ്മളോടും പറയുന്നതാണ് സാംസ് എടുത്ത് വായിക്കുക, സങ്കീർത്തനങ്ങൾ വായിക്കുക. പിന്നെ കൂടിപ്പോയാൽ പുതിയ നിയമത്തിൽ നമ്മൾ സുവിശേഷങ്ങൾ വായിക്കും. പ്രവാചകന്മാരുടെ പുസ്തകം വളരെ അപൂർവമായിട്ടേ യുവജന സഖ്യ അംഗങ്ങൾ തൊടത്തുള്ളൂ. ഒന്ന് പറയുന്നത് പലതും നമുക്ക് മനസ്സിലാകാനായിട്ട് ഇടയായി തീരത്തില്ല, അതുകൊണ്ടാണ്. എന്നാൽ അത്തരത്തിൽ ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാരണം, ഒന്ന്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതിനേക്കാളും പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങൾ കൂടെ ഈ പ്രവാചകൻ കടന്നു പോയതായിട്ടുള്ള സാഹചര്യങ്ങളിലും സമയങ്ങളിലും ഈ പ്രവാചകന്റെ ജീവിതത്തിലെ വിശ്വാസവും പ്രവാചകന് ലഭിച്ചതായിട്ടുള്ള ചില ആറ്റിറ്റ്യൂഡിനൽ ട്രാൻസ്ഫോർമേഷനും അതൊക്കെയും ഒന്ന് നമുക്ക് ചിന്തിക്കാനും. രണ്ട്, ഈ പുസ്തകം നമുക്ക് അല്പം പരിചിതമായി തീരാൻ വേണ്ടിയിട്ടൂടെയാണ് ഈ പുസ്തകം ഞാൻ ഒന്ന് തിരഞ്ഞെടുത്തത്. ഹബക്കൂക്ക് പ്രവാചകനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ, ഏതൊരു പ്രവാചകനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രവാചക പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം വായിക്കുന്ന സമയത്ത് ഹൂ ഇസ് ദിസ് പ്രൊഫറ്റ്, ഫ്രം വേർ ഈസ് ഹി എന്നുള്ളത് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ ഹബക്കൂക്ക് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലെ ഒരു മനസ്സിലാക്കൽ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നില്ല. ഹൂ ഈസ് ഹി, വേർ ഈസ് ഹി ഫ്രം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് അത്തരത്തിൽ കിട്ടുന്നില്ല. എന്നാൽ ഈ പുസ്തകം വായിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, യെരമ്യാ പ്രവാചകന്റെ ആ ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്ത് പ്രവചിച്ചതായിട്ടുള്ള ഒരു പ്രവാചകനാകുന്നു ഹബക്കൂക്ക് പ്രവാചകൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. 3 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ്, വളരെ ചെറിയൊരു പുസ്തകമാണ്, 56 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം നമുക്ക് വായിച്ച് തീർക്കാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. എന്നാൽ ഈ ഹബക്കൂക്ക് പ്രവാചകനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിലേക്ക് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധ്യമായി തീരത്തുള്ളൂ. 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഈ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട് ഹി ഈസ് എ പ്രോഫറ്റ് എന്ന്. അത് വളരെ അപൂർവമായിട്ടാണ് പ്രവാചകന്മാർ പറയുന്നത്. 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം തന്നെ അവിടെ പറയുന്നുണ്ട് പ്രവാചകൻ തന്നെയാണ് ഈ പറയുന്ന ആൾ, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല, ഹി ഈസ് എ പ്രോഫറ്റ്. എന്നാൽ ഈ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത്
ഒന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത്, സമയമില്ലാത്തത് കൊണ്ടാണ് അതെല്ലാം വായിച്ചു പോകാൻ പറ്റാത്തത്, എന്നാൽ നിങ്ങളത് വായിക്കണം. ഒന്നാമത്തെ അധ്യായം വായിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും, അത് മൊത്തം ചോദ്യങ്ങളാണ്, ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഏകദേശം 12 ചോദ്യങ്ങൾ ഹബക്കുക്ക് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുകയാണ്. 12 questions. എന്നാൽ ഈ 12 ചോദ്യങ്ങളെ നമ്മൾ ഒന്ന് ബൈഫർക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഈ എല്ലാ 12 ചോദ്യങ്ങളും 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ അടങ്ങുന്ന ചോദ്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ മുൻപോട്ട് വരും. 12 ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ഇംഗ്ലീഷിൽ നമ്മൾ ഈ ഒരു പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് ദി ഒറക്കിൾ ദാറ്റ് ഹബക്കുക്ക് ദ പ്രൊഫറ്റ് സോ. ദി ഒറക്കിൾ. ഒറക്കിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബേർഡൻ ആണ്. ഈ പറയുന്നതായിട്ടുള്ള പ്രവാചകന് ഒരു വലിയ ഭാരം ഈ ദേശത്തെക്കുറിച്ച്, ഇവിടെ വസിക്കുന്നതായിട്ടുള്ള ലോകത്തെക്കുറിച്ച്, അന്ന് അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയും ഒരു വലിയ ഭാരമുണ്ട് എന്ന് ഈ 3 അധ്യായങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു അധ്യായം നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഹബക്കുക്ക് എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു പേരിന്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഹബക്കുക്ക് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം എംബ്രേസ്, ഹഗ്, ഹോൾഡ് നിയർ എന്നാണ്. വളരെ അർത്ഥവത്തായ ഒരു പേര് ഈ പ്രവാചകന് നൽകിയിരിക്കുമ്പോൾ, ജീവിതത്തിന്റെ പ്രയാസമേറിയതായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ, ബുദ്ധിമുട്ടേറിയതായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ, തനിക്ക് ലഭിച്ചതായിട്ടുള്ള പേരിന് ഒത്തവണ്ണം ജീവിക്കുവാൻ തക്കോണം ഈ പ്രവാചകന് സാധ്യമായി തീർന്നു എന്ന് 3-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. എല്ലാം കൈവിട്ടതായിട്ടുള്ള ഒരു അനുഭവം, മുൻപോട്ട് ഇനിയും നോക്കുന്നതായിട്ടുള്ള സമയത്ത് പ്രത്യാശയ്ക്ക് ഒരു കിരണം പോലും കാണാത്തതായിട്ടുള്ള സാഹചര്യത്തിലും ഈ പറയുന്നതായിട്ടുള്ള പ്രവാചകൻ ഈ ദൈവത്തെ ആലിംഗനം ചെയ്യുന്നതായിട്ട്, ഈ ദൈവത്തെ പറ്റിച്ചേർന്ന് ജീവിക്കുന്നതായിട്ടുള്ള, അങ്ങനെ തന്നെ എനിക്ക് എൻ്റെ മുൻപോട്ടുള്ള ജീവിതം മതി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധ്യമായി തീരും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഒറക്കലാണ്, ഒരു ബേർഡൻ ആണ്. ഹബക്കുക്ക് പ്രവാചകന്റെ ഒരു വലിയ ബേർഡൻ ആണ്. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ മറ്റ് പ്രവാചകന്മാരുടെ പുസ്തകം എല്ലാം നോക്കിയാൽ ദൈവം എന്തൊക്കെയോ ഈ പ്രവാചകനോട് ചെന്ന് പറയുന്നുണ്ട്. ആ പ്രവാചകൻ ചെന്ന് ആ ദേശവാസികളോട് പറയുകയാണ്. എന്നാൽ അത്തരത്തിലെ ഒരു പറച്ചിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നില്ല. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നുണ്ട്, ദൈവം ചിലതൊക്കെയും പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ പ്രവാചകൻ ചെന്ന് എങ്ങനെയാണ് പറഞ്ഞത്, എന്തായിരുന്നു അതിന്റെ ഒരു പ്രത്യാഘാതം എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധ്യമായി തീരുന്നില്ല. എന്നാൽ 2 പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പറഞ്ഞല്ലോ, ആ 12 ചോദ്യങ്ങളെയും നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആ 12 ചോദ്യങ്ങളും 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ അടങ്ങുന്നതായിട്ടുള്ള 12 ചോദ്യങ്ങളാണ്. 1-ാമത്തെ ചോദ്യമാണ് ഹൗ ലോങ്, എത്രത്തോളം. 2-ാമത്തെ ചോദ്യമാണ് എന്തിന്. ഈ 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ തന്നെയാണ് ആ ചോദ്യം നമുക്ക് തുടങ്ങുന്നത് കാണാൻ പറ്റുന്നത്. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു പക്ഷെങ്കിൽ ഇന്ന് നമ്മളും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ ഈ COVID-19 കാലഘട്ടത്തിൽ, ഹൗ ലോങ് ഈസ് ദിസ് ഗോയിങ് ടു ലാസ്റ്റ്. ഇനി ഇത് എത്രത്തോളം ഞങ്ങൾ ഇനി കാത്തിരിക്കണം. ഒരു പക്ഷെങ്കിൽ നമ്മൾ എല്ലാവരും വിചാരിച്ചു ഒരു ഏപ്രിൽ ഒക്കെയും ആകുമ്പോഴത്തേന് ഇത് തീരും എന്ന്. ഞങ്ങളുടെ പള്ളിയിൽ ഒരു മേരി അമ്മച്ചിയുണ്ട്. ഈ നമ്മുടെ നോമ്പിന്റെ സമയത്താണല്ലോ പള്ളി ആരാധനകളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രായമുള്ള അമ്മച്ചിമാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ അമ്മച്ചിക്ക് മാസത്തിൽ 1 മാത്രമേ പള്ളി വരത്തുള്ളൂ. സെക്കൻഡ് സാറ്റർഡേ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കുർബാനയുണ്ട്. ആ കുർബാനയ്ക്ക് മാത്രമേ അമ്മച്ചി വരാറുള്ളൂ. കാരണം അത് ഷോർട്ട് ആയതുകൊണ്ട്, പെട്ടെന്ന് തീർന്നത് കൊണ്ട് ആ സമയത്തെ പറ്റത്തുള്ളൂ. എന്നാൽ ഈ അമ്മച്ചിക്ക് വരാനായിട്ട് പറ്റുന്നില്ല. ഈ ഹാഷ ആഴ്ച ആയ സമയത്ത് ഏപ്രിലിൽ ഈ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ എന്താണ്, എപ്പോഴാണ് ഇനി ഒന്ന് പള്ളിയിൽ കൂടാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞു, അമ്മച്ചി മനസ്സുരുക്കി പ്രാർത്ഥിക്കുക, ഈ ഈസ്റ്റർ വരാൻ വേണ്ടിയിട്ട് പോവുകയാണല്ലോ. ഈസ്റ്റർ ഒരു പുതിയ കിരണം നമ്മുടെ ജീവിതത്തിൽ നൽകും. തീർച്ചയായിട്ടും ഈസ്റ്റർ കഴിയുമ്പോൾ ദൈവം ഇതിനൊരു വഴി ഒരുക്കും. അതുകൊണ്ട് അമ്മച്ചി പ്രാർത്ഥിക്കുക. ഈസ്റ്റർ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി വീണ്ടും എന്നെ വിളിച്ചു. അച്ഛൻ പറഞ്ഞല്ലോ ഈസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് കൂടാനായിട്ട് പറ്റുമെന്ന്. എന്താ അച്ഛാ നമുക്ക് കൂടാനായിട്ട് പറ്റാത്തത്? ഉത്തരമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി ദൈവത്തിന്റെ അല്ലേ സമയം, അതുകൊണ്ട് ദൈവം ആ സമയത്ത് അത് നിവർത്തിയാക്കും എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. എന്നാൽ ഇതൊരു വലിയ ചോദ്യമാണ്. ഹൗ ലോങ്? ഇനി ഇത് എത്രത്തോളം പോകും? ഹൗ ലോങ് ഈസ് ദിസ് ഗോയിങ് ടു ലാസ്റ്റ്? ഈ വർഷം ഇത് തീരുമോ? അടുത്ത വർഷവും ഇതുപോലെ തന്നെ ആയിരിക്കുമോ പോകുന്നത്? ആർക്കും പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. എത്ര വലിയ പഠിപ്പുള്ള ആളായാലും, എത്ര വലിയ വിദഗ്ധത നേടിയതായിട്ടുള്ള ആളായാലും ആർക്കും പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ എല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൈ ലോർഡ്, വൈ? എന്തിന് ദൈവം?
ഈ ഒരു COVID-19 ഈ ലോകത്തിലേക്ക് അയച്ചു, ഈ ലോകത്തിലുള്ള എല്ലായിടത്തും അയച്ചു എന്നുള്ളൊരു ചോദ്യം ഒരു പക്ഷെങ്കിൽ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സാഹചര്യവും യൂദായിൽ അന്ന് നിലനിന്നതായിട്ടുള്ള ഒരു സാഹചര്യവും നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ രണ്ടിൻ്റെ അകത്തും വലിയ വ്യത്യാസങ്ങളില്ല. താഴോട്ട് 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഈവൻ ദ ലാൻഡ് ഓഫ് ജൂഡ വാസ് ഫിൽഡ് വിത്ത് ഇനിക്വിറ്റി, റോങ്, ഡിസ്ട്രക്ഷൻ, വയലൻസ്, സ്ട്രൈഫ് ആൻഡ് കണ്ടൻഷൻ. നീതികേട്, പീഡനം, കവർച്ച, സാഹസം, കലഹം, ഷണ്ട, ഇതെല്ലാം അവിടെ നിലനിൽക്കുന്നതായിട്ട് 3-ാമത്തെയും 4-ാമത്തെയും വാക്യം വായിക്കുന്നതായിട്ടുള്ള സമയത്ത് കാണാനായിട്ട് സാധ്യമായി തീരും. ഒരു പക്ഷെങ്കിൽ നമ്മൾ വസിക്കുന്ന ഈ സംസ്ഥാനം, നമ്മൾ വസിക്കുന്നതായിട്ടുള്ള ഈ രാജ്യം, ഈ ലോകം, ഇതിൻ്റെ അകത്തും ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല, യാതൊരു അതിശോക്തിയുമില്ല എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരാളാണ്. ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് അന്നത്തെ നിലനിന്നതായിട്ടുള്ള ഒരു കൾച്ചറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഐഡലേറ്ററി ഭയങ്കരമായിട്ട് നിലനിന്നതായിട്ടുള്ള ഒരു സാഹചര്യം, അധാർമികത വളരെ അധികമുള്ള ഒരു സാഹചര്യം, അതിമോഹവും ദുരാഗ്രഹവും നിറഞ്ഞു നിന്നതായിട്ടുള്ള ഒരു സാഹചര്യം, വഞ്ചന, ചതി, വെറുപ്പ്, ഇതെല്ലാം ഇന്ന് നമ്മൾ വസിക്കുന്നതായിട്ടുള്ള ഈ ലോകത്തിലും പരസ്പരം കാണാനായിട്ട് ഇടയായിത്തീരുന്നു. എന്തിന്? കൊറോണ പലർക്കും പല പാഠങ്ങൾ പഠിപ്പിക്കും എന്നൊക്കെയും നമ്മൾ പറയുമ്പോഴും ഈ COVID-19 വന്ന് കഴിഞ്ഞ് തന്നെ കേരള സംസ്ഥാനത്തിലും നമ്മുടെ ഇന്ത്യയിലും നടന്ന ചില സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ എത്ര ഹീനമായും എത്ര വികൃതമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നത് എന്ന് നമുക്ക് കാണാനും മനസ്സിലാക്കാനായിട്ടും സാധ്യമായി തീരും. അങ്ങനെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് എല്ലാ രീതിയിലും ഒരു രീതിയിൽ ഹബക്കൂക്ക് പ്രവാചകൻ കടന്നുപോയ ഈ ഒരു സാഹചര്യത്തോടുകൂടെ നമ്മളും ഇന്ന് കടന്നു പോകുന്നു എന്നതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഹബക്കൂക്ക് പ്രവാചകൻ 2 പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. ഹൗ ലോങ് ആൻഡ് വൈ? എത്രത്തോളം, ദൈവമേ എന്തിന്? ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം നമ്മൾ വായിച്ച വേദഭാഗത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. എന്തുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവാചകൻ ചോദിക്കുന്നത് എത്രത്തോളം? എന്തുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവാചകൻ ചോദിക്കുന്നത് എന്തിന് എന്ന്? ഒന്നാമതായിട്ട് ഹബക്കൂക്ക് പ്രവാചകന് തോന്നുകയാണ്, ഗോഡ് ഇസ് നോട്ട് ഹിയറിങ്. ഞാൻ അയ്യം വിളിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പക്ഷെങ്കിൽ ദൈവം എവിടെയോ ഞാൻ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥന കേൾക്കുന്നതായിട്ട് എനിക്കങ്ങോട്ട് തോന്നുന്നില്ല, എനിക്കങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. I am not able to understand, I am not able to feel that God is hearing my prayers. ഞാൻ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത് എവിടെയോ എത്തുന്നില്ല എന്നുള്ള ഒരു തോന്നലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കരയുന്നത് എന്തിനാണ്? നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ, നമ്മൾ കേൾക്കാതെ ഇരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നതായിട്ടുള്ളൊരു തോന്നലാണ് ഹബക്കൂക്ക് പ്രവാചകന് ഇവിടെ തോന്നുവാൻ തക്കോണം ഇടയായി തീർന്നത്. ഹി ഹാസ് ബീൻ കോളിംഗ് ഔട്ട് ലൗഡ്. ഉറക്കെ നിലവിളിക്കുകയാണ്, ഉറക്കെ പറയുകയാണ്, ജനമൊക്കെയും പ്രാർത്ഥിക്കുകയാണ്. പക്ഷെങ്കിൽ എവിടെയോ ഒരു തരത്തിലും ദൈവം ആ ശബ്ദം കേട്ടു എന്നുള്ളതായിട്ടുള്ള ഒരു തോന്നൽ ഹബക്കൂക്ക് പ്രവാചകന് ലഭിക്കാത്തത് കൊണ്ട് ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, ഹൗ ലോങ് ഈസ് ദിസ് ഗോയിങ് ടു ലാസ്റ്റ്? വൈ ഈസ് ദിസ് തിങ് ഗോയിങ് ഓൺ ഇൻ അവർ ലാൻഡ്? രണ്ടാമത് ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത്, ഐ എം നോട്ട് ഫീലിംഗ് ആസ് ഇഫ് ഗോഡ് ഇസ് സീയിങ് ഓൾ ദീസ് തിങ്സ്. ദൈവം ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയും കാണുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ എനിക്കില്ല. അനീതി നിറഞ്ഞിരിക്കുകയാണ്, വക്രത നിറഞ്ഞിരിക്കുകയാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നടന്ന സംഭവം, ഹത്രസിൽ നടന്നതായിട്ടുള്ള സംഭവം, ഇതൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മളും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, ദൈവം ഈ ക്രൂരതയൊന്നും കാണുന്നില്ലേ? ദൈവം ഈ അനീതി ഒന്നും കാണുന്നില്ലേ? ഹബക്കൂക്ക് പ്രവാചകന്റെ ജീവിത യാത്രകളിലും ഈ പ്രയാസമേറിയതായിട്ടുള്ള അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള സമയത്ത് ഹബക്കൂക്ക് പ്രവാചകനും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൗ ലോങ് ആൻഡ് വൈ? ആ ചോദ്യത്തിൻ്റെ അകത്ത് വലിയ പ്രശ്നമില്ല, തെറ്റില്ല. കാരണം അവന് തോന്നുന്നില്ല ദൈവം ഇതൊക്കെയും കാണുന്നുണ്ട് എന്ന്, അവന് തോന്നുന്നില്ല ദൈവം ഇതൊക്കെയും കേൾക്കുന്നുണ്ട് എന്ന്. മൂന്നാമതായിട്ടും പ്രധാനപ്പെട്ടതായിട്ടും, ഗോഡ് ഇസ് നോട്ട് ആക്ടിങ്. നീതി ഉള്ള ഒരു ദൈവമാണ്, ഹീസ് എ റൈച്ചസ് ഗോഡ്. എന്നാൽ എല്ലായിടത്തും അൺറൈച്ചസ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്, ബട്ട് ഹീസ് നോട്ട് ആക്ടിങ്. അവൻ സർവശക്തനാണ്, എല്ലാം ചെയ്യുവാൻ തക്കോണം പ്രാപ്തിയുള്ളവനാണ്. അങ്ങനെ പ്രാപ്തിയുള്ളതായിട്ടുള്ള ഒരു ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളതായിട്ടുള്ള ഒരു വലിയ ചോദ്യം ഹബക്കൂക്ക് പ്രവാചകൻ ഇവിടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന, ഐ എം സിക്ക് ഓഫ് ദിസ് ഇൻജസ്റ്റിസ്. ഈ അനീതി കണ്ട് ഞാൻ അങ്ങ് മടുത്തിരിക്കുകയാണ്. പക്ഷെ ദൈവം മടുത്തില്ലേ? ദൈവം എന്താണൊന്ന് ആക്ട് ചെയ്യാത്തത്, എന്താണൊന്ന് പ്രവർത്തിക്കാത്തത് എന്ന് ഹബക്കൂക്ക് പ്രവാചകൻ ചോദിക്കുകയാണ്. അവിടെ ഹബക്കൂക്ക് പ്രവാചകൻ വിലപിക്കുകയാണ്, ഹബക്കൂക്ക് പ്രവാചകൻ കരയുകയാണ്. ഹബക്കൂക്ക് പ്രവാചകൻ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹി ഈസ് അബ്സല്യൂട്ട്ലി ഫ്രസ്ട്രേറ്റഡ് ആസ് ടു വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ഇൻ ദിസ് വേൾഡ്. എന്നാൽ അവിടെയാണ് ഹബക്കൂക്ക് പ്രവാചകന് ദൈവം ചിലത് പറഞ്ഞു കൊടുക്കുന്നത്. ഹബക്കൂക്ക് പ്രവാചകന് ഈ തരത്തിലെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ
ഹബക്കുക്ക് പ്രവാചകന് ദൈവം കൊടുക്കുന്ന ഒരു മറുപടിയാണ് 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നത്. ഹബക്കുക്ക് പ്രവാചകൻ തീർച്ചയായിട്ടും ഒരു ആൻസർ എക്സ്പെക്ട് ചെയ്തു. ആ ആൻസർ എക്സ്പെക്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് അവൻ ഒരു വാച്ച് ടവറിന്റെ മേളിൽ പോയി നിൽക്കുകയാണ്. നൗ ദിസ് ഇസ് എ പീരിയഡ് ഓഫ് വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്. കാത്തിരിക്കുകയാണ്, ഒന്ന് നോക്കുകയാണ് ദൈവം എന്താണ് ഉത്തരം പറയുന്നത്. ദൈവം നൽകി കൊടുത്തതായിട്ടുള്ള ആ ഒരു ഉത്തരത്തിന്റെ അനുഭവം ഞാൻ വിശ്വസിക്കുന്ന ഈ ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കാൻ നമുക്കും വളരെയധികം ആവശ്യമാണ്. 2 മുതൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ അവിടെ കാണുന്നത് ഹബക്കുക്ക് പ്രവാചകൻ ഒരു കാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹി നീഡ്സ് ടു ലിസൺ. കേൾക്കണം. ദൈവം എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് നമ്മളോട് സംവാദിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത്, അത് ഞാൻ കേൾക്കുവാൻ തക്കോണം തയ്യാറായി തീരണം. നമ്മളൊരു ഭയങ്കര ശബ്ദവും കോലാഹലവും ഉള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോലാഹലം നിറഞ്ഞ, ഈ ശബ്ദം നിറഞ്ഞ ഈ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് അത് അത്രത്തോളം ഈസി അല്ല. ഒരു പക്ഷെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്. ആ സ്റ്റിൽനെസ്സിലാണ് ദൈവം ആര് എന്ന് മനസ്സിലാകാനായിട്ട് ഇടയായി തീരുന്നത്. ഏലിയ പ്രവാചകന്റെ ജീവിത അനുഭവത്തിൽ പ്രയാസമേറിയതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ഇനി എനിക്ക് അങ്ങ് മരിച്ചാൽ മതി, യെസബേൽ രാജ്ഞി കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള സമയത്ത് ഏലിയ പ്രവാചകൻ പറയുകയാണ്, ഇനി എനിക്ക് അങ്ങ് മരിച്ചാൽ മതി, എനിക്ക് ഇനി ജീവിക്കേണ്ട. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു വിഷൻ കാണുന്നുണ്ട്. കാറ്റിൽ കാണുന്നില്ല, എർത്ത് കാണുന്നില്ല, തീയിൽ കാണുന്നില്ല. പക്ഷെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ഒരു മൃദുവായ ഒരു സ്വരം അവൻ അവിടെ കേട്ടു. ഇൻ ദ സ്റ്റിൽനെസ്. ദൈവത്തിന്റെ ശബ്ദം പലപ്പോഴും നമ്മൾ ഈ വലിയ കോലാഹലങ്ങളിൽ തപ്പാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം അവിടെ ഭയങ്കര ശാന്തമായിട്ട് നമ്മളോട് ചിലതൊക്കെയും സംസാരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇത്രയധികം ശബ്ദങ്ങൾ, മറ്റു പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇന്ന് പലപ്പോഴും ദൈവം പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധ്യമായി തീരുന്നില്ല. ജോൺ പൈപ്പർ ഒരു നല്ല എഴുത്തുകാരനും അതുപോലെ തന്നെ desiringgod.org എന്ന് പറയുന്നതായിട്ടുള്ള വെബ്സൈറ്റിന്റെ ഓണർ ഒക്കെയാണ്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, ഡു യു വാണ്ട് ടു ഹിയർ ഗോഡ് സ്പീക്ക്? ദൈവം പറയുന്നത് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ദെൻ റീഡ് യുവർ ബൈബിൾസ് ഔട്ട് ലൗഡ്. ദൈവം പറയുന്നത് കേൾക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവം പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കോലാഹലങ്ങളെക്കാളും ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ വേദപുസ്തകം വായിക്കുക. ആ ശബ്ദം നിങ്ങളോട് സംസാരിക്കുവാൻ തക്കോണം ഇടയായി തീരട്ടെ. ഇന്ന് പലപ്പോഴും നമ്മൾ വായിച്ചു പോകുമ്പോഴും മറ്റ് പല ശബ്ദങ്ങളുമാണ് ഓവർ പവർ ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്നതായിട്ടുള്ള ശബ്ദം നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നിൽക്കുവാൻ തക്കോണം ഇടയായി തീരുന്നില്ല. അവിടെ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിലും സാഹചര്യത്തിലും എത്രമാത്രം അവസരങ്ങളാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റേതൊരു കാലഘട്ടത്തെക്കാളും കൂടുതൽ ദൈവവചനം പഠിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ദൈവം എന്താണ് എന്നോട് സംവാദിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത് എന്നങ്ങോട്ടൊന്ന് മനസ്സിലാകാൻ ഇതിനേക്കാൾ വലിയൊരു കാലഘട്ടം ഇല്ല. ഒരുപക്ഷെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ടായിരിക്കാം ഇതുപോലത്തെ ഒരു കാലഘട്ടം തന്നിരിക്കുന്നത്. എന്തൊരു ഓട്ടമായിരുന്നു നമ്മുടെയൊക്കെയും ഓട്ടം. എല്ലാ ദിവസവും എന്തൊരു പരക്കം പായലായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെയും എന്തൊരു സ്റ്റാൻഡ് സ്റ്റില്ലിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഈ സ്റ്റാൻഡ് സ്റ്റില്ലിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ വീട്ടിലാണ്. കുറച്ചു പേർക്ക് ഇപ്പോൾ ജോലിക്ക് വീണ്ടും പോകാനായിട്ട് സാധ്യമായി തീർന്നു. എന്നാൽ ഏറെക്കുറെ വി ആർ അറ്റ് ഹോം. വി ഹാവ് ബീൻ ഗിവൻ umpteen number of opportunities. ഏതൊരു ഇടത്തെടുത്ത് നോക്കിയാലും ഈ തരത്തിലെ ശുശ്രൂഷകൾ പലയിടങ്ങളിൽ നടക്കുകയും അത് നമുക്ക് കാണുവാനും വീക്ഷിക്കുവാനുമുള്ള ഒരു അവസരം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ഒരു വലിയ ചോദ്യമാണ്, ഈ പറയുന്നതായിട്ടുള്ള ഒരു അനുഭവം കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ തയ്യാറായി തീരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വലിയ ചോദ്യം. രണ്ടാമത്, ഒന്ന് കേൾക്കുക എന്നാണ് ഹബക്കൂക്ക് പ്രവാചകന് കിട്ടിയ ഉത്തരമെങ്കിൽ, രണ്ടാമത് ഹബക്കൂക്ക് പ്രവാചകനോട് പറയുകയാണ്, യു നീഡ് ടു റൈറ്റ്. നീ എഴുതുക. ദൈവം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, യു നീഡ് ടു റൈറ്റ് ദീസ് തിങ്സ് ഡൗൺ. നീ എഴുതുക. ഒരു പക്ഷെങ്കിൽ ചിലർക്കെങ്കിലും കാണുമായിരിക്കും ഈ ഡയറി എഴുതുന്ന ഒരു പതിവ്. എൻ്റെ 3ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചതായിട്ടുള്ള ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു നല്ലതാണ് എന്നും പറഞ്ഞ് അന്ന് ഞാൻ തുടങ്ങിയതാണ് ഈ ഡയറി എഴുത്ത്. പക്ഷെ ഒരു 9ാം ക്ലാസ് ആയപ്പോൾ ഞാൻ ഈ ഡയറി എഴുത്ത് നിർത്തി. അത് നിർത്താനുള്ള ഒരു കാരണമുണ്ട്. ഞാൻ ഡയറി എഴുതുമ്പോൾ ഇത് എൻ്റെ സ്വകാര്യമായ ഡയറിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ വികാരങ്ങൾ, ഞാൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ഞാൻ ഒരു ആളും കാണുന്നില്ലല്ലോ, ഞാൻ മാത്രമല്ലേ എഴുതുന്നുള്ളൂ, ഞാനും ദൈവവും. അതുകൊണ്ട് എല്ലാം വളരെ സത്യസന്ധതയോടുകൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതുമായിരുന്നു.
എന്നാൽ ചില കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെയോ ഇതിൻ്റെ അകത്തൊരു അപകടങ്ങളുണ്ട് എന്നെനിക്ക് മനസ്സിലാകാനായിട്ട് പറ്റിയത്. ഞാൻ മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ എൻ്റെ അമ്മ മനസ്സിലാക്കിയെടുത്തു. ഇപ്പം ഞാൻ ചോദിച്ചു, മമ്മിക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇത് ചെയ്തെന്ന്? ഇപ്പം നമ്മുടെ അമ്മമാരല്ലേ, ഭയങ്കര ബുദ്ധിയാണല്ലോ. അപ്പൊ അവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവം പറഞ്ഞു നീ ഇത് ചെയ്തെന്ന്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ശരിയായിരിക്കും, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പം ദൈവം ചിലപ്പം വെളിപ്പെടുത്തി കൊടുത്തതായിരിക്കും. എന്നാലും പിന്നെയും എനിക്കൊരു സംശയം. അങ്ങനെയാണ് ആ ഡയറി എഴുത്ത് ഞാൻ നിർത്തിയത്. പിന്നീട് ഞാൻ അത് തുടങ്ങിയിട്ടില്ല. കാരണം എൻ്റെ അമ്മയെ പോലെ ബുദ്ധിയുള്ളവർ പലരും വീട്ടിൽ കാണും, അതുകൊണ്ട് പിന്നെയും ഞാൻ തുടങ്ങിയില്ല. എന്നാൽ ദൈവം പറയുകയാണ്, നീ ഇത് എഴുതണം. യു നീഡ് ടു റൈറ്റ് ദിസ് ഡൗൺ. എന്തുകൊണ്ടാണ് നീ ഇത് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ, എഴുതാത്തതായിട്ടുള്ള പലതും മറന്നു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ എഴുതിയതായിട്ടുള്ള കാര്യങ്ങൾ നീ വീണ്ടും ഒന്ന് പുറമോട്ട് തിരിഞ്ഞ് എടുത്തു നോക്കുന്നതായിട്ടുള്ള സമയത്ത്, ഇതെല്ലാം ഓർമ്മയിൽ വരുന്നതായിട്ടുള്ള സമയത്ത് നിനക്ക് മനസ്സിലാകും ഈ പറയുന്നതായിട്ടുള്ള ദൈവം പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ദൈവമാണ്, നിന്റെ ജീവിതത്തിൽ ഇടപെട്ടതായിട്ടുള്ള ഒരു ദൈവമാണ് എന്ന് നിനക്ക് മനസ്സിലാകാനായിട്ട് സാധ്യമായി തീരും. ആലൻ ഡി വ്രൈറ്റ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു നല്ല പുസ്തകമാണ് ദ ഗോഡ് മോമെന്റ്. അദ്ദേഹം ഈ പുസ്തകത്തിനകത്ത് പറയുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത്, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഗോഡ് മോമെന്റ്സ് ഉണ്ട്. ഏതൊരു നിമിഷം എടുത്തു നോക്കിയാലും ഈ 5-ൽ ഏതെങ്കിലും ഒന്ന് ഇന്നും ഇപ്പോഴും ഞാൻ അനുഭവിക്കുകയാണ്. അത്തരത്തിലെ 5 പ്രധാനപ്പെട്ട ഗോഡ് മോമെന്റ്സിനെ കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ അകത്ത് അദ്ദേഹം അവിടെ പറയുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ എല്ലാവരും അത്തരത്തിലെ അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എന്നാണ്. പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത് അദ്ദേഹം പറയുന്നത് അമേസിംഗ് റെസ്ക്യൂ. ഭയങ്കര പ്രയാസമേറിയതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെന്നെത്തപ്പറ്റി, ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇനി ഒരു വഴിയുമില്ല എന്ന് തോന്നിയതായിട്ടുള്ള ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിത അനുഭവത്തിൽ കാണും. എന്നാൽ അവിടെ വളരെ അതിശയകരമായ രീതിയിൽ ദൈവം വിടുവിച്ചതായിട്ടുള്ള അനുഭവങ്ങൾ ഒരു പക്ഷെങ്കിൽ എൻ്റെ മുൻപിലുള്ള പ്രായമുള്ളവർക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിത അനുഭവത്തിലുണ്ട്. യുവാക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരു പക്ഷെങ്കിൽ അവരുടെ ജീവിതം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ, ഒന്ന് ശോധന ചെയ്യുകയാണെങ്കിൽ, യു ടു മൈറ്റ് ഫൈൻഡ് those times when you were amazingly rescued. വളരെ അതിശയകരമായിട്ട് വിചാരിക്കാത്തതായിട്ടുള്ള സമയത്ത്, അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തോന്നാത്തതായിട്ടുള്ള സമയത്ത് ഇതാ അത്തരത്തിൽ വിടുവിച്ചതായിട്ടുള്ള ഒരു അനുഭവം. 2, അദ്ദേഹം പറയുന്നത് ഹോളി അട്രാക്ഷൻ. എന്താണ് ഹോളി അട്രാക്ഷൻ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറയുന്നത് ദൈവം വെളിപ്പെടുത്തി തരുന്നതായിട്ടുള്ള ചില അനുഭവങ്ങൾ, ദൈവം നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള ചില അനുഭവങ്ങൾ, ഈ വഴി തെരഞ്ഞെടുക്കണം എന്ന് അരുളി ചെയ്യുന്നതായിട്ടുള്ള ചില അനുഭവങ്ങൾ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്തരത്തിലെ അനുഭവങ്ങളുണ്ട്. 3, അദ്ദേഹം പറയുന്ന ഗോഡ് മോമെന്റ് ആണ് അൺഏൺഡ് ബ്ലെസ്സിങ്സ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ മ്യൂട്ടായി പോയി ഇടയ്ക്ക്. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്ന ഒരു അനുഭവമാണ്. അതായത് എല്ലാവരും പറയുന്നുണ്ട്, അർഹിക്കാത്തതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഞാൻ ഒരിക്കലും അർഹിച്ചിട്ടില്ല, അർഹിക്കാത്ത ദാനങ്ങളാണ് ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്നത് എന്ന് നമ്മൾ എല്ലാവരും പറയും. ദാറ്റ് ഇസ് എ ഗോഡ് മൂമെന്റ്. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു നിമിഷമാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. 4, അദ്ദേഹം പറയുന്ന ഒരു ഗോഡ് മൂമെന്റ് ആണ് റിവീൽഡ് ട്രൂത്ത്. എന്താണ് ഈ റിവീൽഡ് ട്രൂത്ത്? ഇന്ന് ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ ഈ വചനം കേൾക്കുന്നതായിട്ടുള്ള സമയത്ത് ചിലത് ദൈവം നമ്മളോട് വെളിപ്പെടുത്തി തരികയാണ്. പള്ളിയിൽ ആരാധന നടക്കുന്നതായിട്ടുള്ള സമയത്ത് ഞാൻ ആ ആരാധനയിൽ ഇഴുകിച്ചേർന്ന് ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് ദൈവം എന്നോടൊക്കെയും ചിലത് വെളിപ്പെടുത്തി തരികയാണ്. ചില സത്യങ്ങൾ എന്നെക്കുറിച്ച്, എൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച്, ഞാൻ ചെയ്തതായിട്ടുള്ള ചില പ്രവർത്തികളെക്കുറിച്ച് അവിടെയൊക്കെയും ദൈവം എനിക്ക് അരുളി തരികയാണ്. റിവീൽഡ് ട്രൂത്ത്. അവസാനമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് വാല്യുവബിൾ അഡ്വേഴ്സിറ്റി. ഒരു പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യം, ചില അനർത്ഥങ്ങൾ, ചില പ്രയാസമേറിയതായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ, ചില ബുദ്ധിമുട്ടേറിയതായിട്ടുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ ഈ 5 നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും, കുഞ്ഞായാലും വലിയതായാലും, ഏതൊരു വ്യക്തിക്കും അവന്റെ ജീവിതത്തിൽ ഗോഡ് മോമെന്റ് ഇല്ലാത്തതായിട്ടുള്ള ഒരു മോമെന്റ് ഇല്ല എന്ന് അലൻ ഡി വ്രൈറ്റ് തന്റെ പുസ്തകത്തിൽ പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും ഈ മോമെന്റ്സ് ഉണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നും നമ്മൾ എഴുതാത്തത് കൊണ്ട് പലതും നമ്മൾ ഇന്ന് മറന്നുപോയിട്ടുണ്ട്. പലതും ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്ത് നമ്മൾ മുൻപോട്ട് പോവുകയാണ്. കഷ്ടത വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. എന്നാൽ ഒന്നും എഴുതാത്തത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ പലപ്പോഴും നമുക്ക് വരാറില്ല. നല്ലതൊന്നും പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല, തിന്മ മാത്രമാണ് പലപ്പോഴും നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് ഹബക്കുക്ക് പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്, നീ എഴുതുക. നമ്മളോടും പറഞ്ഞു തരുന്നതായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. 1, നീ കേൾക്കുക. യു നീഡ് ടു ലിസൺ. നീ കേട്ടെങ്കിൽ മാത്രമേ നിനക്ക് എന്താണ് എന്ന് മനസ്സിലാകാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. 2 പറയുകയാണ്, യു നീഡ് ടു
റൈറ്റ്, നീ എഴുതണം എന്ന് പറയുകയാണ്. മൂന്നാമതായിട്ട് ഹബക്കൂക്ക് പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യു നീഡ് ടു വെയിറ്റ്. നീ കേട്ടു, നീ എഴുതി, ഇനി നീ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യമാണ്, നീ കാത്തിരിക്കുക. നീ കാത്തിരിക്കണം എന്ന് യഹോവയായ ദൈവം പറയുകയാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഒരു കൾച്ചർ കാത്തിരിപ്പ് അറിയത്തില്ല. പണ്ടത്തെ അപ്പച്ചനമ്മച്ചിമാർക്കും അങ്കിൾ ആൻറ്റിമാർക്കും എല്ലാം അറിയാം. പണ്ടൊക്കെയും എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കല്യാണം കഴിച്ച് ആദ്യമായിട്ട് ബറോഡയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ജോയിന്റ് ഫാമിലിയിലാണ് താമസിക്കുന്നത്. അപ്പം മമ്മി മാത്രമേ ഉള്ളൂ ഇവിടെ. ആരോടാണ് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യേണ്ടത്, പറയേണ്ടത്? അമ്മച്ചിയോട് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എഴുത്തെഴുതും അമ്മച്ചിക്ക്. എന്നാൽ ഈ എഴുത്ത് എന്നാണ് ഇനി അങ്ങ് നാട്ടിലെത്തുന്നത്? എന്നാണ് നാട്ടിലെത്തി അമ്മച്ചിക്ക് സമയം കിട്ടി ഒന്ന് എഴുതാൻ പറ്റുന്നത്? എന്നാണ് അത് തിരിച്ചിവിടെ എത്തുന്നത്? ഈ കാലഘട്ടവും എല്ലാം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് അത് നമുക്ക് സാധ്യമായി തീരത്തില്ല. ഇന്ന് കാലം ഇത്രയും ഫാസ്റ്റ് ആയപ്പോൾ, വേഗത്തിൽ ഓടുമ്പോൾ ഇന്ന് നമുക്ക് പറ്റുന്നില്ല. എന്തിന്, കുറച്ച് നാളുകൾക്ക് മുൻപ് 2014 ഞങ്ങൾക്കൊരു പ്രത്യേക ആവശ്യവുമായിട്ട് ഞങ്ങളുടെ മകളെ ഇവിടെ നാട്ടിൽ പപ്പായുടെയും മമ്മിയുടെയും അടുക്കൽ കൊണ്ടുവിടേണ്ടതായിട്ട് വന്നു. അങ്ങനെ വിട്ടതായിട്ടുള്ള സമയത്ത് അന്ന് അവള് 2-2.5 വയസ്സ് അവൾക്കുണ്ട്. അപ്പോൾ മോളോട്, മമ്മിയോട് ഞങ്ങൾ പറയുകയുണ്ടായിരുന്നു, ഇവളെ ഒന്ന് എവിടെയെങ്കിലും ഒക്കെയും നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ, ഇവളെ ഒന്ന് എൻഗേജ് ആക്കണമെന്നുണ്ടെങ്കിൽ അവളെ യൂട്യൂബിൻ്റെ അകത്തെ വീഡിയോസ് കാണിച്ചാൽ മതി, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പം തൊട്ട് ഇവൾക്ക് കരച്ചിലാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അവളോട് ചോദിച്ചു, എന്താടി അപ്പച്ചൻ അമ്മച്ചിയുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ലേ? നിൽക്കാനൊക്കെ ഇഷ്ടമാണ്, പ്രശ്നം എന്താണ്? ഞങ്ങൾ ലുധിയാനയിലായിരുന്നു ആ ഒരു സമയത്ത്. ലുധിയാനയിൽ ഞങ്ങൾക്ക് 3G കണക്ഷൻ കിട്ടുമ്പോൾ അന്ന് മല്ലപ്പള്ളിയിൽ ഒരു 2G കണക്ഷൻ പോലും ഇല്ല. ലുധിയാനയിൽ ഒരു തടസ്സവും കൂടാതെ യൂട്യൂബിന്റെ വീഡിയോ എല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ പ്ലേ ആകുമ്പോൾ മല്ലപ്പള്ളിയിൽ അന്നും ഇന്നും ചിലപ്പോഴൊക്കെയും ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഞങ്ങളുടെ ഈ 2.5-3 വയസ്സുള്ള കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നില്ല. ഷീ ഈസ് നോട്ട് ഏബിൾ ടു വെയിറ്റ് because she has seen the YouTube movies going without any buffering. ഒരു ബഫറിങ്ങും ഇല്ലാതെ ഇങ്ങനെ പോകുന്നത് അവൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇന്ന് അവൾക്കത് പറ്റുന്നില്ല. ഇന്ന് നമുക്ക് എങ്ങും ആർക്കും വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ട്രാഫിക് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോയാൽ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചില പള്ളികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ പള്ളിയിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ വന്നിട്ടില്ല. അതായത് അച്ഛൻ പ്രസംഗിക്കുന്നതിന്റെ നേരെ മുന്നിൽ ഒരു വലിയ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. എന്തിനാണ്? അച്ഛൻ കണ്ടോണം, സമയം തീരാറായി, ഇത്രയും സമയമേ ഉള്ളൂ, ഈ സമയം കൊണ്ട് നിർത്തിക്കോണം എന്ന്. വെയിറ്റിംഗ് പറ്റുന്നില്ല, ഭയങ്കര അസ്വസ്ഥരാണ് നമ്മൾ, എല്ലാത്തിലും ഭയങ്കര അസ്വസ്ഥരാണ്. എന്നാൽ ഇവിടെ യഹോവയായ ദൈവം ഹബക്കൂക്ക് പ്രവാചകനോട് പറയുകയാണ്, നീ ഈ വിചാരിക്കുന്ന കാര്യം ചിലപ്പോൾ പെട്ടെന്നൊന്നും തീർന്നു പോകത്തില്ല. യു ഹാവ് ടു വെയിറ്റ് എന്ന് ഹബക്കൂക്ക് പ്രവാചകനോട് പറയുകയാണ്. പക്ഷെങ്കിൽ ഒരു കാര്യത്തിന് ഉറപ്പ് വരുന്നുണ്ട്. എന്താണ്? ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. സമയം തെറ്റത്തില്ല, ദൈവത്തിന്റെ സമയം റൈറ്റ് ആയിട്ടുള്ള സമയത്ത് അത് തീർച്ചയായിട്ടും നടക്കും. ബട്ട് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. നീ അതിനായിട്ട് കാത്തിരുന്നേ പറ്റത്തുള്ളൂ എന്ന് ഹബക്കൂക്ക് പ്രവാചകനോട് പറയുകയാണ്. വേദപുസ്തകത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും കാത്തിരിപ്പിന്റെ അനുഭവം ഉണ്ടായിരുന്നു. അബ്രഹാമിനുണ്ടായിരുന്നു, മോശയ്ക്കുണ്ടായിരുന്നു, യോസഫിനുണ്ടായിരുന്നു. എന്തിനാ, അപ്പോസ്തലനായ പൗലോസ് പോലും 14 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ ഒരു പ്രസംഗം പ്രസംഗിച്ചത്. എല്ലാവർക്കും കാത്തിരിപ്പിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എവ്രിബഡി ഹാഡ് ടു ഗോ ത്രൂ ദിസ് വെയിറ്റിംഗ് പീരിയഡ് ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഷുവർ ദാറ്റ് വി ടു ആർ ഗോയിങ് ത്രൂ ദിസ് വെയിറ്റിംഗ് പീരിയഡ്. എന്നാൽ അവിടെയാണ് ഈ ഹബക്കൂക്ക് പ്രവാചകൻ നമ്മളെക്കാൾ വ്യത്യസ്തൻ. ഇത്തരത്തിലെ കാത്തിരിപ്പിന്റെ അനുഭവത്തിൽ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ നടത്തുന്ന വിശ്വാസത്തിന്റെ വലിയൊരു പ്രഖ്യാപനമാണ് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നത്. We see the faith proclamation of Habakkuk when he has listened to what God has said, when he has written down certain things and analyzed what God has done in his life, and when he is ready to wait for God's time. At that particular moment he is proclaiming his faith. അവന്റെ വിശ്വാസ പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ്. അത് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കെല്ലാവർക്കും അതൊരു വലിയ മാതൃകയാണ്. 3 കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട് 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ കാണുന്നു, വാട്ട് ഈസ് ഹി ഡൂയിങ്? നമ്മൾ അത് ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. ഹി ഈസ് റിഫ്ലക്റ്റിംഗ് ഓൺ ഹിസ് ടൈംസ്. താൻ കടന്നു പോകുന്നതായിട്ടുള്ള ജീവിത അനുഭവത്തെ അവൻ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. എന്താണ് എൻ്റെ ജീവിത അനുഭവങ്ങൾ ഇപ്പോൾ എന്ന് നോക്കുകയാണ്. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ ഈ ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്. ഇസ്രായേൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി ആയിരുന്നു. അഗ്രികൾച്ചറൽ ക്രോപ്സിനെ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ 3 ആയിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് പെർമനന്റ് ക്രോപ്സ്,
ഒന്ന് ആനുവൽ ക്രോപ്സ്, ഒന്ന് ലൈഫ് സ്റ്റോക്ക്. ഈ മൂന്നാണല്ലോ ഏതൊരു അഗ്രേറിയൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആനുവൽ ക്രോപ്സ്, പെർമനന്റ് ക്രോപ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക്. ഹബക്കൂക്ക് പ്രവാചകൻ ഈ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നതായിട്ടുള്ള സമയത്ത് ഹബക്കൂക്ക് പ്രവാചകൻ ഇവിടെ പറയുകയാണ്, ഞാൻ ഒന്ന് എൻ്റെ ചുറ്റും നോക്കുന്നതായിട്ടുള്ള സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് അത്തിവൃക്ഷം തളിർക്കുന്നയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവമൊട്ടില്ല. The fig tree is not blossoming and there are no fruit on the vine trees. എന്താണ് ഹബക്കൂക്ക് പ്രവാചകൻ ഇവിടെ പറയുന്നത്? When I look at my surrounding, when I'm trying to analyze what is going on around me, the thing that I'm able to say or I'm able to reflect is there is nothing today and the future holds nothing. അത്തിവൃക്ഷം ഇപ്പം തളിർത്തിട്ടില്ല, എന്നാൽ പോട്ട് മുന്തിരിവള്ളിയിൽ ആ വൈൻ ഉണ്ടെങ്കിൽ, ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നാളെ ഇതിൽ നിന്ന് എനിക്കുണ്ടാകുമല്ലോ എന്നുള്ള ഒരു ആശ്വാസമെങ്കിലും കാണും. പക്ഷെങ്കിൽ ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അത്തിവൃക്ഷം തളിർത്തിട്ടില്ല, ഈ മുന്തിരിവള്ളിയിൽ അനുഭവവുമില്ല, അതുകൊണ്ട് നാളെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അങ്ങോട്ട് പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യം, ഞാൻ കടന്നു പോകുന്നതായിട്ടുള്ള അനുഭവം, ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ, ദിസ് ഈസ് വാട്ട് മൈ കണ്ടീഷൻ ഇസ്, ദർ ഇസ് നത്തിങ് ടുഡേ and when I'm wanting to hope for something for the future, I can't see anything that is there for the future. രണ്ടാമത്തെ ഹബക്കൂക്ക് പ്രവാചകൻ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നങ്ങൾ നിഷ്ഫലം, നിലങ്ങൾ ആഹാരം വിളയിക്കുകയും ഇല്ല. The things that you are trusting now, right now, നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒലിവ് മരം, ഓലിവ് ക്രോപ്സ് ഫെയിലായി, ഫീൽഡ്സിൽ നിന്ന് ഒരു ഫ്രൂട്ടും ഇല്ല, കംപ്ലീറ്റ് ഡിസപ്പോയിന്റ്മെന്റ്. ഇത് പറയുമ്പോൾ ഇതിന്റെ പുറയിൽ എന്തൊരു അധ്വാനമുണ്ട്. ഈ ദിവസങ്ങളിലെ ന്യൂസ് ഒക്കെയും രാവിലെ ഒക്കെയും കാണുമ്പോൾ വയനാട് ആ സ്ഥലങ്ങളിലൊക്കെയും ആന ഇപ്പം പലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് കൃഷി അങ്ങ് നശിപ്പിച്ചിരിക്കുകയാണ്. അവിടുത്തെ കർഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, എവിടേക്ക് പോകും, ഉള്ളതെല്ലാം നശിപ്പിച്ചു. വാഴക്കൃഷിയാണെങ്കിൽ ഈ ഇന്നത്തെ ന്യൂസിന്റെ അത് കണ്ട ഫുൾ നശിപ്പിച്ചു കഴിഞ്ഞു. ഒരു 10-15 ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വെട്ടി അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻകം അവർക്ക് കിട്ടാനായിട്ട് സാധ്യമായി തീരുമായിരുന്നു. ഇവിടെയും they have tried so hard, അവർ അധ്വാനിച്ചതാണ്, അവർ പ്രയത്നിച്ചതാണ്, വിയർപ്പൊഴുക്കിയതാണ്. എന്നാൽ ഇന്ന് നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ വിയർപ്പൊഴുക്കിയതിനൊന്നും ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. ഇതിലാണ് ഞങ്ങൾ ആശ്രയം, ഇതിലായിരുന്നു ഞങ്ങൾ ഉപജീവിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊന്നും നടക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. മൂന്നാമതായിട്ട് ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. There is no flock, there is no herd. The things that you were trusting from the past, അതായത് നമ്മുടെ റിസർവ് ആണ്. ചിലപ്പോൾ മഴ പെയ്യാതിരിക്കും, അപ്പോൾ ചിലപ്പോൾ കൃഷി ഉദ്ദേശിക്കുന്നത് പോലെ നടക്കത്തില്ല. എന്നിരുന്നാൽ പോലും കുഞ്ഞുങ്ങൾ കരയുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് ആടുമാടുകൾ ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഒക്കെയും കൊടുക്കാനായിട്ട് പറ്റുമല്ലോ, പാലായിട്ടോ ഇറച്ചിയായിട്ടോ എന്തെങ്കിലും കൊടുക്കാനായിട്ട് പറ്റുമല്ലോ. ഇതെന്റെ റിസർവ് ആണ്, എൻ്റെ റിസർവ് ആണ്. അങ്ങേ അറ്റത്തെ ഘട്ടത്തിൽ ഞാൻ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു റിസർവ് ആണ്. എന്നാൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ജീവിതം ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നതായിട്ടുള്ള സമയത്ത് when we analyze his life, we see there is nothing that he can hope for. ഒന്നും അങ്ങോട്ട് ഹോപ്പ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം ഉള്ളപ്പോൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം. ഇവിടെ എല്ലാം ഉള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഒന്നുമില്ലാത്ത അനുഭവത്തിലേക്ക് ഹബക്കൂക്ക് പ്രവാചകൻ എത്തുമ്പോൾ ഇനി മുൻപോട്ടുള്ള കാലങ്ങൾ ഇതിനേക്കാളും പ്രയാസമായിരിക്കും എന്ന് ഹബക്കൂക്ക് പ്രവാചകൻ അങ്ങ് വിശ്വസിക്കുകയാണ്. ഈ സാഹചര്യത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ നമ്മൾ ഇന്ന് അത്രത്തോളം പ്രയാസമേറിയ സാഹചര്യത്തിൽ കൂടെ അല്ല പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ റിസർവ് ഇപ്പോഴും ഉണ്ട്. ജോലിയൊക്കെയും പലരുടെയും നഷ്ടമായി പോയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കാതെ അല്ല പറയുന്നത്. എന്നാൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോലും ചില റിസർവുകൾ ഇന്ന് നമുക്കുണ്ട്. എന്നാൽ ഈ പ്രവാചകന്റെ എല്ലാ റിസർവുകളും നഷ്ടപ്പെട്ടു പോയി. ലൗകികമായി ഒന്നിലും ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ല. എന്നാൽ അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മളിൽ നിന്ന് വ്യത്യസ്തനാണ് ഈ പ്രവാചകൻ. ഈ പ്രവാചകൻ തൻ്റെ ജീവിത അനുഭവങ്ങളെ ഒന്ന് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഈ പ്രവാചകൻ പറയുകയാണ്, ഈ സാഹചര്യത്തിൽ വാട്ട് ഐ വിൽ ഡു, ഐ വിൽ റിജോയ്സ്. എൻ്റെ സാഹചര്യത്തെയും എൻ്റെ ദൈവത്തെയും ഞാൻ ശരിയായ രീതിയിൽ റിഫ്ലക്ട് ചെയ്തതുകൊണ്ട്, because I was able to reflect my God and my circumstances in the right way, in the right manner,
I will not be sad, I will not be dejected, but I will rejoice. ഞാൻ ആനന്ദിക്കും, ഞാൻ സന്തോഷിക്കും. ഒരു ബ്യൂട്ടിഫുൾ വാക്കാണ് ഇംഗ്ലീഷിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സർക്കംസ്റ്റാൻസസിനെ എല്ലാം പറഞ്ഞിട്ട് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ജീവിത അനുഭവങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ വളരെ ചെറിയൊരു വാക്കാണ് യെറ്റ് ഐ വിൽ റിജോയ്സ്. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. എങ്കിലും യെറ്റ് ഐ വിൽ റിജോയ്സ് എന്ന് പറയുകയാണ്. വളരെ ചെറിയൊരു വാക്കാണ് ദിസ് യെറ്റ്. ബട്ട് ദോ ദിസ് ഇസ് എ സ്മോൾ വേർഡ്, ഇറ്റ് ഇസ് എ വേർഡ് ഓഫ് ഡിറ്റർമിനേഷൻ, ഇറ്റ് ഇസ് എ വേർഡ് ഓഫ് ഫേം ഡിസിഷൻ. എൻ്റെ ജീവിത സാഹചര്യം ഇതാണ്, പക്ഷെങ്കിൽ എൻ്റെ നിലപാട് ഇതാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ചുറ്റും നടക്കുന്നത് ഇതാണ്, എനിക്ക് മുൻപോട്ട് പോകാൻ ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. ഇതൊക്കെയും ആണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നത്. ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ കാണാനായിട്ട് ഇടയായി തീരുന്നത്. ഈ 16-ാമത്തെ വാക്യം അതൊന്ന് വായിക്കുമ്പോഴും എന്ത് പെട്ടെന്നാണ് ആ ചേഞ്ച് വന്നിരിക്കുന്നത്. ഞാൻ കേട്ട് എൻ്റെ ഉദരം കുലുങ്ങിപ്പോയി, മുഴക്കം ഹേതുവായി എൻ്റെ അധരം വിറച്ചു. അവൻ ജനത്തെ ആക്രമിപ്പാൻ പുറപ്പെടുമ്പോൾ കഷ്ടദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടത് കൊണ്ട് എൻ്റെ അസ്ഥികൾക്ക് ഉറക്കം തട്ടി. ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. മൈ ലെഗ്സ് വർ ട്രെംബ്ലിംഗ്, റോട്ടൻനെസ് എൻറ്റേഴ്സ് മൈ ബോൺസ്. പേടി, ഭയം ഈ പറയുന്ന പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ ഹി ഈസ് മൂവിങ് ഫ്രം ഫിയർ ടു ഫെയ്ത്ത്. ഏതൊരു പാൻഡമിക്കും ഏതൊരു പ്രശ്നത്തിലും നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ റെസ്പോൺസ് ആണ് ഫിയർ എന്ന് പറയുന്നത്. കാരണം ചുറ്റും കാണുമ്പോൾ ഭയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പണ്ട് കെട്ടിപ്പിടിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ന് ആളുകളിൽ നമ്മൾ ദൂരെ മാറിപ്പോവുകയാണ്. പേടിയാണ്, ഭയമാണ്. അവന് ഈ COVID-19 ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഭയവും പേടിയാണ്. എന്നാൽ ഫിയറിൽ നിന്ന് ഫെയ്ത്തിലേക്കുള്ള ഒരു വലിയ യാത്രയാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നത്. ഹി ഈസ് ഡിഫറെന്റ് ഫ്രം അസ്. എന്തുകൊണ്ടാണ് ഹി ഈസ് ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളായിരുന്നെങ്കിൽ ദൈവത്തോട് ഇന്നും ചിലരൊക്കെ നമ്മൾ പറയല്ലേ, ദേഷ്യപ്പെട്ട് പറയാം, ദൈവമേ എന്തുകൊണ്ട് നിനക്ക് ഇതൊന്നും അറിയത്തില്ലേ? ബട്ട് ഹി ഈസ് നോട്ട് ലാഷിംഗ് ഔട്ട് ഓൺ ഗോഡ് ഓൺ ആങ്കർ. അവൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നോ ഡൗട്ട് ഹി ഹാസ് ആസ്ക്ഡ് മെനി ക്വസ്റ്റ്യൻസ് ടു ഗോഡ്, ബട്ട് ദാറ്റ് വാസ് നോട്ട് ദി ആങ്കർ ദാറ്റ് ക്യാൻ ബി സീൻ. രണ്ട്, he does not pretend evil will not happen. പ്രയാസമേറിയതായിട്ടുള്ള ജീവിത സാഹചര്യത്തിലൂടെ ദൈവം എന്നെ നടത്തത്തില്ല എന്ന് വിശ്വസിച്ചല്ല അവൻ ഇരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും പ്രയാസം ഉണ്ടാകും, എൻ്റെ ജീവിതത്തിലും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള ഒരു ബോധ്യം ഈ ഹബക്കൂക്ക് പ്രവാചകന് ഉണ്ടാകുവാൻ തക്കോണം സാധ്യമായി തീരുകയാണ്. He reflected his condition, he reflected his God, and so he was able to rejoice. And why was he able to rejoice? മൂന്നാമതായിട്ടും അവസാനമായിട്ടും, because he relied on God. He reflected, he rejoiced. And the main reason for him to rejoice, because he had his reliance on God. അവൻ ദൈവത്തിലാണ് അവന്റെ ആശ്രയം വെച്ചിരുന്നത്. ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ട് ഇനി എന്തൊക്കെ കൊടുങ്കാറ്റ് വന്നെന്ന് പറഞ്ഞാലും അവൻ അതിന് പേടിക്കാനില്ല. 19-ാമത്തെ വാക്യം പറയുന്നു, the Lord is my strength. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതകളിന്മേൽ എന്നെ നടക്കുമാർ ആക്കുന്നു. He is accepting that God is sovereign. ദൈവ സർവശക്തനാണ്. ദൈവത്തിന് എല്ലാം ചെയ്യുവാൻ തക്കോണം കഴിവും പ്രാപ്തിയും ശക്തിയും ഉള്ള ഒരു ദൈവമാണ് എന്ന് ഹബക്കൂക്ക് പ്രവാചകൻ ഇവിടെ പറയാം. അവൻ എൻ്റെ ബലമാണ്, അവൻ എൻ്റെ ശക്തിയാണ്. എൻ്റെ പിൻകാല ജീവിത അനുഭവങ്ങൾ ഞാനൊന്ന് പരിശോധിച്ച് നോക്കുന്നതായിട്ടുള്ള സമയത്ത് എനിക്ക് അതല്ലാതെ വേറെ ഒന്നും പറയാനായിട്ട് സാധ്യമായി തീരുന്നില്ല. അവൻ പറയുകയാണ്, പേടമാൻ കാൽ പോലെ എൻ്റെ കാൽ ആക്കുകയാണ്, ഉന്നതകളിന്മേൽ അവൻ എന്നെ നടത്തുന്നു. മേക്കിംഗ് മൈ ഫീറ്റ് ലൈക്ക് ദാറ്റ് ഓഫ് എ ഡിയർ. എന്ത് ബ്യൂട്ടിഫുൾ ഇമേജറി. അവൻ എന്നും കാണുന്ന ഒരു സംഭവമാണ് അവൻ അവിടെ പറയുന്നത്. എന്നും അവൻ കാണാൻ പറ്റുന്ന ഒരു ഇമേജറിയാണ് ഹബക്കൂക്ക് പ്രവാചകൻ ഇവിടെ പറയുന്നത്. ഒരു പക്ഷെങ്കിൽ ഹബക്കൂക്ക് പ്രവാചകൻ ഇതിങ്ങനെ പറയുമ്പോൾ, ഹബക്കൂക്ക് പ്രവാചകൻ ഇവിടെ പറയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഡിയറിനെ ഞാൻ കാണുമ്പോൾ, ഈ ഗോട്ടിനെ ഞാൻ കാണുമ്പോൾ അങ്ങ് മേളിൽ വരെ പോകാനായിട്ട് പറ്റുന്നുണ്ട്. അത് ദൈവം അതിൻ്റെ കാൽ അങ്ങനെ നിർമ്മിച്ചത് കൊണ്ടാണ് അത് പറ്റുന്നത്. ഒരു വലിയ സത്യം ഹബക്കൂക്ക് പ്രവാചകൻ ഈ ഒരു ഇമേജറിയിൽ കൂടെ നമ്മളോട് പറഞ്ഞു തരികയാണ്. God has designed their feet for climbing, and so they don't slip, they don't fall. It is not the power of the sheep, it is the design of sheep's foot. ഷീപ്പിന്റെ ഒരു മിടുക്കുകൊണ്ടല്ല അത് അങ്ങ് മേളി വരെ കയറുന്നത്. പക്ഷെങ്കിൽ ദൈവം ഈ പറയുന്നതായിട്ടുള്ള പേടമാന്റെ കാല് അതുപോലെ സൃഷ്ടിച്ചത് കൊണ്ടാണ് അവിടം വരെ കയറാനായിട്ട് പറ്റിയത്. നമുക്കൊക്കെയും പറ്റിയൊരു വലിയ അപകടമാണ്.
നമ്മളൊക്കെയും വിചാരിച്ചിരുന്നത് നമ്മുടെ ചില മിടുക്കും നമ്മുടെ ചില കഴിവും നമ്മൾ എത്തിപ്പറ്റ ചില സ്ഥാനങ്ങളുമാണ് ഇന്ന് ചിലതിനൊക്കെയും കാരണമായി തീർന്നത് എന്ന് ഞാനടക്കം നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഈ ഒരു നിർത്തൽ, മുന്നോട്ട് പോകാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഒരു പക്ഷെങ്കിൽ ദൈവം എല്ലാവരോടും വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വലിയ സത്യമാണ്. ഇറ്റ് വാസ് ഐ ഹു മേഡ് യു റീച്ച് ഓവർ ദെയർ. യു ട്രൈ. പല കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഒന്ന് ചെയ്ത് കാണിച്ചേ. ദൈവത്താൽ അല്ലാതെ ഈ പറയുന്നതായിട്ടുള്ള മഹാമാരിക്ക് മാറുവാൻ തക്കോണം ഈ ലോകത്തിലെ ആര് വിചാരിച്ചാലും ഇന്ന് സാധ്യമാകാത്തതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ഭയങ്കരമായിട്ടുള്ള മെഡിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആണ്, എന്ത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുകയാണെങ്കിൽ, പക്ഷെങ്കിൽ ദൈവം വിചാരിക്കാത്തടത്തോളം കാലം ഇതൊന്നും നടക്കാനായിട്ട് സാധ്യമായി തീരത്തില്ല. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട യുവാക്കളെ, മാതാപിതാക്കളെ, ഒരു പക്ഷെങ്കിൽ മാതാപിതാക്കൾ പോലും ഇത്തരത്തിലെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടില്ല. യുവാക്കളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം that we are going through such a great problematic condition that we are seeing, traumatic condition. എന്നാൽ അവിടെ ഹബക്കൂക്ക് പ്രവാചകൻ നമുക്ക് നൽകുന്ന ഒരു വലിയ ഉറപ്പും വലിയ വിശ്വാസവുമാണ്. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ പുസ്തകം നമ്മൾ ഒന്ന് അനലൈസ് ചെയ്താൽ ആദ്യത്തെ ഒരു അധ്യായം അത് ഹബക്കൂക്ക് പ്രവാചകൻ ഈസ് വണ്ടറിങ് വാട്ട് ഗോഡ് ഇസ് ഡൂയിങ്, എന്താണ് ഈ ദൈവം ചെയ്യുന്നത്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ he is trying to watch and wait. പക്ഷെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ he is worshipping. നമ്മുടെ ജീവിതയാത്രയിലും ഈ ഒരു അനുഭവം അത്തരത്തിലെ ഒരു പ്രോഗ്രഷനിലേക്ക് കൊണ്ടുപോകണം. Many are wondering right now, is this God really there? If he is there, why is he not seeing? Why is he not hearing? Why is he not acting? But we need to watch, we need to wait. And this waiting and this watching should lead us to worship. ആരാധനയിലേക്ക് ഇത് നയിക്കുവാൻ തക്കോണം ഇടയായി തീരണം. This book, it begins with a question mark but ends with an exclamation mark. ദാവീദിന്റെ സങ്കീർത്തനങ്ങളും പലതും അതുപോലെയാണ്. ചോദ്യത്തോടുകൂടെ തുടങ്ങുകയാണ്, പക്ഷെ മഹത്വപ്പെടുത്തിയാണ് ആ സങ്കീർത്തനം പൂർത്തിയാകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. The prophet Habakkuk was devastated, he was disoriented, he was fearful and he was faithless. But now he has moved on and he says, though this is my condition, though this is where I am, I will rejoice in the Lord, the God of my salvation. നമുക്ക് നമ്മുടെ തന്നെ കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വളരെ പ്രയാസമേറിയതായിട്ടുള്ള ഒരു ജീവിത അനുഭവത്തിൽ കൂടെയും ജീവിത സാഹചര്യത്തിൽ കൂടെയുമാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. Only if God permits will this thing come to an end. Even those who are not believing in God want such a power to act. ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും അത്രയും ഒരു ശക്തി ഉണ്ടെങ്കിൽ ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള, എന്ന് യാചിക്കുന്നതായിട്ടുള്ള, എന്ന് ശബ്ദം ഉയർത്തുന്നതായിട്ടുള്ള ഒരു ലോകത്തിലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മുടെ ജീവിത അനുഭവങ്ങളും പ്രയാസമേറിയതും ചോദ്യങ്ങളേറിയതുമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ കൂടെ നമ്മളൊക്കെയും കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളെ, there are still many more things that we will have to face in our life. ഈ ഒരു കാലഘട്ടം തന്നെ ചിലപ്പോൾ പലരും നമ്മളോട് പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മുടെ വിശ്വാസം തകർന്നു പോയിട്ടുണ്ട്. We too might have doubted, is this God really there? Are we worshipping a real God? Being a Christian doesn't mean that you are free from all troubles. പലപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. എന്നാൽ ഈ പറയുന്ന ട്രബിൾസിൽ കൂടെയൊക്കെയും ഞാൻ കടന്നു പോകുമ്പോൾ, ഈ പറയുന്ന പ്രശ്നങ്ങൾ കൂടെയൊക്കെയും ഞാൻ കടന്നു പോകുമ്പോൾ, ഇതിനെയൊക്കെയും തരണം ചെയ്യുവാൻ തക്കോണം ഒരു ദൈവം, നാഥൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതായിട്ടുള്ള ഒരു വലിയ ബോധ്യമാണ് നമ്മളെയൊക്കെയും മുൻപോട്ട് പോകുവാൻ തക്കോണം ഇടയായി തീരുന്നത്. Each and every person, each and every character in the Bible had to go through troublesome period in his life. ഈ ഒരു കാലഘട്ടത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. There were so many umpteen number of opportunities for us to go and attend church services. യുവജന സഖ്യ അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തിനായിരുന്നു നമ്മൾ മുൻഗണന കൊടുത്തത്? അവസരങ്ങൾ ധാരാളം കിട്ടിയിട്ടും പള്ളിയുടെ വെളിയിലായിരുന്നോ ഞാൻ നിന്നത്? പള്ളിക്കകത്താണെന്നോ ഞാൻ നിന്നത്? ആരാധനയിൽ സൂക്ഷ്മമായിട്ട് എനിക്ക് പങ്കുചേരാനായിട്ട് സാധിച്ചോ? അതോ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നവരുമായിട്ട് ഞാൻ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു?
അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലെ ഒരു കാലം വരും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ പോയിക്കൊണ്ട് തന്നെ ഇരിക്കും എന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചു, ആഗ്രഹിച്ചു, താല്പര്യപ്പെട്ടു. Things have changed. We are very much wanting and desiring, and there is an urge in us to meet, ഒന്ന് കൂടാൻ, ഒരുമിച്ച് കൂടാൻ, വീണ്ടും അത്തരത്തിൽ ഒന്ന് സംസാരിക്കുവാൻ, കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുവാൻ. ഒന്നും സാധ്യമായി തീരാത്തതായിട്ടുള്ള ഒരു സാഹചര്യം. പഠിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എവറിത്തിങ് ഇസ് ന്യൂ. ഫോർ ദ ടീച്ചേഴ്സ് ഇറ്റ് ഇസ് ന്യൂ. ഈ ഒരു സാഹചര്യത്തെയൊക്കെ മറികടക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റൊന്നിലും നമുക്ക് ആശ്രയിക്കാനായിട്ടില്ലല്ലോ. നഷ്ടപ്പെടുത്തി പോയതായിട്ടുള്ള സമയങ്ങൾ, നഷ്ടപ്പെടുത്തി പോയതായിട്ടുള്ള സാഹചര്യങ്ങൾ, ലഭിച്ചതായിട്ടുള്ള അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്താതെ പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ആ കുറവുകളൊക്കെയും ഒന്ന് ഏറ്റു പറയാം. Lord, I am sorry. I have done all these things. You gave me chances, you gave me opportunities. You were so great. But unfortunately, I was not able to reciprocate in the same manner that you very much wanted from me. ചില ജീവിത സാഹചര്യങ്ങൾ നമ്മളെ ആക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ ചിലർ മാതാപിതാക്കളുടെ ജോലി നഷ്ടപ്പെട്ട അനുഭവങ്ങളുണ്ട്, സാലറി കട്ടായ അനുഭവങ്ങളുണ്ട്. നമ്മുടെ എക്സ്പെൻസിൽ യാതൊരു കുറവുമില്ല, ചെലവുകളെല്ലാം പണ്ടത്തെ പോലെ തന്നെയാണ്. എന്നാൽ ഇൻകം കിട്ടാതെ വരുമ്പോൾ ലോൺ എടുത്തിരിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, അത്തരത്തിൽ പ്രയാസപ്പെടുന്ന ചില ഭവനങ്ങളെങ്കിലും ഒരുപക്ഷെങ്കിൽ അവിടെ കാണുമായിരിക്കാം. ഒരുപക്ഷെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോടും ദൈവത്തിന്റെ ശബ്ദം ഒന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിലുള്ള വിശ്വാസം നീ വിടല്ലേ. നീ ഒന്ന് കേൾക്കുക, ദൈവം നിന്നോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് എഴുതുക. എത്ര നിമിഷങ്ങൾ ദൈവത്തിന്റെ നിമിഷങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. എത്ര നിമിഷങ്ങൾ ഓർക്കാതെ നമ്മൾ പോകുന്നു. ഈ രാത്രികാലം ഒന്ന് സമയം ചെലവെടുത്ത് അത്തരത്തിലെ ജീവിത അനുഭവങ്ങൾ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ശ്രമിക്കാമോ? അങ്ങനെ എഴുതി വെക്കുന്നതായിട്ടുള്ള സമയത്ത് എത്രമാത്രം അധികം ദൈവം ഇടപെട്ടതായിട്ടുള്ള അനുഭവങ്ങൾ എഴുതി വെക്കാനായിട്ട് സാധ്യമായി തീരും. കാത്തിരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ദൈവമേ നീ ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സമയത്ത് അത് നിവൃത്തിയാകും. There is no doubt about it. It will be fulfilled in its time. ആ സമയം നമുക്കറിയത്തില്ലല്ലോ. ആ സമയത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? ഹബക്കൂക്ക് പ്രവാചകൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. റിഫ്ലക്ട് ഓൺ ദ ടൈംസ് ദാറ്റ് യു ആർ ലിവിങ് ഇൻ. ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുക. എന്തുകൊണ്ട് ഇതുണ്ടായി? ഇന്ന് ഈ COVID-19 ഉണ്ടാകാൻ ഞാനൊരു കാരണക്കാരനാണോ? ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ഞാൻ നടന്നപ്പോൾ ഒരു ക്രിസ്ത്യാനിയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള സ്വഭാവങ്ങൾ ഇന്ന് എന്നിൽ ഈ ലോകത്തിന് കാണിക്കാനായിട്ട് എനിക്ക് സാധ്യമായി തീർന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഐ എം റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഞാൻ ഇതിനൊരു കാരണക്കാരനാണ്. ദൈവം മടുത്തു. നമ്മുടെ ആരാധനകൾ കണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട്, നമ്മുടെ പാട്ടുകൾ കേട്ട് ദൈവം മടുത്തിരിക്കുകയാണ്. മതി, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുവെങ്കിലും നിങ്ങളിൽ ഒരു വ്യത്യാസം കാണുന്നില്ലല്ലോ എന്നൊരു പക്ഷെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്, താല്പര്യപ്പെടുകയാണ്. This is a time of reflection, a time of introspection as well as a retrospection. To look into ourselves. Where have we gone wrong? എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിപ്പോയിരിക്കുന്നത്? എവിടെയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്? അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താം, നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹബക്കൂക്ക് പ്രവാചകൻ ചുറ്റും ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ there is not a single ray of hope on which he can hold on to. ഒരു ചെറിയ കിരണം പോലും ഇല്ല. The tunnel that he is inside now, there is no light. വെളിച്ചത്തിന്റെ ഒരു ഉറവിടം പോലും കാണാനായിട്ട് സാധ്യമായി തീരുന്നില്ല. അത്ര വലിയ ഗുഹയുടെ ഒരു അനുഭവത്തിൽ പ്രവാചകനായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ പ്രതികരണം ഉണ്ടാകേണ്ടത്? ഹബക്കൂക്ക് പ്രവാചകൻ പറയാണ്, വി നീഡ് ടു റിജോയ്സ്. ഏത് സാഹചര്യത്തിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ, ദൈവം എന്നെ വഴി നടത്തുമല്ലോ. ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടുകൂടെ മുൻപോട്ട് പോകാൻ തക്കോണം നമ്മൾക്കിടയായിത്തീരും. And for that, we need to have reliance on him. We need to rely on him. നമ്മുടെ ഭാരങ്ങൾ എല്ലാം അവൻ്റെ മേളിലേക്ക് വെച്ചു കൊടുക്കുക.
കം ടു മീ ഓൾ ദോസ് ഹു ലേബർ ഹെവി. ആരൊക്കെയും ഭാരം ചുമക്കുന്നവരും അധ്വാനിക്കുന്നവരും എൻ്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഓൾ ദോസ് ഹു ആർ വീക്ക് ആൻഡ് ഹെവി ലേഡൻ കം ഓൺ ടു മീ. നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള, നമ്മുടെ ഭാരങ്ങളെല്ലാം ചുമക്കുവാൻ തക്കോണം, നുകമെല്ലാം വഹിക്കുവാൻ തക്കോണം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. വചനവുമായിട്ട് നമ്മൾ ഒത്തിരി ദൂരെ അകന്നു പോയിട്ടുണ്ട്. സൺഡേ സ്കൂളിലെ മെമ്മറി വേഴ്സും ആ ഒരു പഠനം പോലും പലപ്പോഴും ഒരു റുട്ടീൻ മാത്രമായിരുന്നു. എൻ്റെ ഉള്ളിലേക്ക് പോകണമെന്ന് താല്പര്യപ്പെട്ട് നമ്മൾ വചനം വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ദൈവം നമുക്ക് വീണ്ടും ഒരു സമയം നൽകിയിരിക്കുകയാണ്. ഈ വചനവുമായിട്ടും വചനത്തിലെ കഥാപാത്രങ്ങളുമായിട്ടും അവരുടെ ജീവിതാനുഭവങ്ങളും അതിനെയൊക്കെ മനസ്സിലാക്കി നമ്മൾ അത്തരത്തിലെ ജീവിതാനുഭവങ്ങൾ കൂടെ പോകുമ്പോൾ നമ്മളെ മുൻപോട്ട് നടത്തുവാൻ തക്കോണം ത്രിയേക ദൈവം ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായിട്ടിരിക്കാം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. ഞങ്ങളോടൊന്ന് ഇടപെടണമേ ദൈവമേ. മറ്റാരോടും പറയണ്ട, ദൈവത്തോട് നമ്മുടെ തെറ്റുകളൊന്ന് ഏറ്റുപറയാം, ചെയ്യാതെ പോയ കാര്യങ്ങളൊന്ന് ഏറ്റുപറയാം. കുറവുകൾ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് യാചിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ പലതും ചെയ്തു പോയിട്ടുണ്ട്. ഞങ്ങളുടെ യുവജന സഖ്യ അംഗങ്ങളെ പ്രത്യേകമായിട്ട് നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഭാവി വാഗ്ദാനമാകുന്നുവല്ലോ. ഈ സഭയെ നയിക്കേണ്ടിയവർ, ഈ രാജ്യത്തെ നയിക്കേണ്ടിയവർ, ഈ സംസ്ഥാനത്തെ നയിക്കേണ്ടിയവർ. സംഘർഷമേറിയതായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടെ ഞങ്ങളുടെ പല യുവാക്കളും കടന്നു പോകുന്നു. അവരുടെ മുൻപോട്ടുള്ള പഠനങ്ങൾ, പ്രത്യേകിച്ച് 10th 12th കോളേജിന്റെ അവസാന വർഷമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എങ്ങനെ ശരിയായ രീതിയിൽ പഠനമൊക്കെയും പൂർത്തീകരിക്കാൻ പറ്റും എന്നൊക്കെയും ആകുലപ്പെട്ടിരിക്കുകയാണ്. അവിടെയൊക്കെയും കർത്താവേ, നീ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഞായറാഴ്ച ദിവസത്തെ ഒരുമിച്ചുള്ള ദേവാലയത്തിലുള്ള ഒരു കൂടിവരവ് വലിയൊരു ആശ്വാസമായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്. ഇന്നത് സാധ്യമായി തീരുന്നില്ല. തനിയെ ഭവനത്തിൽ താമസിക്കുന്ന അനേകർക്ക് അത് മാത്രമായിരുന്നു ഏക ഒരു ബലം മുൻപോട്ടുള്ള ഒരാഴ്ചയും കൂടെ ജീവിക്കാൻ. പലരുടെയും ചിരി കാണുവാൻ, പലരുടെയും സ്പർശനം ഒന്ന് ഏൽക്കുവാൻ, പലരുടെയും സന്തോഷമേറിയതായിട്ടുള്ള മുഖങ്ങൾ കാണുവാൻ. എന്നാൽ ഇന്ന് അതൊന്നും സാധിക്കാത്തതായിട്ടുള്ള ഒരു ജീവിതാനുഭവത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഇതിനൊരു സമാപ്തി വരുത്തണമേ. ചോദ്യങ്ങൾ ഞങ്ങളും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്, എത്ര നാൾ? എന്നാൽ കർത്താവെ, കാത്തിരിക്കാൻ വേണ്ടിയിട്ട് നീ ഞങ്ങളോട് പറയുകയാണല്ലോ. കാത്തിരിപ്പാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബലം നൽകണമേ, ശക്തി നൽകണമേ. പ്രിയ കർത്താവെ, ഈ നാളുകളിലെല്ലാം വിവിധ രീതിയിൽ ഞങ്ങളോട് ഇടപെട്ട കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. നിന്റെ സാന്നിധ്യം പാലാരിവട്ടം ഷാരോൺ മാർത്തോമ ഇടവകയുടെ പ്രിയപ്പെട്ടവരോടും യുവജന സഖ്യ അംഗങ്ങളോടും കൂടെ എന്നും ഉണ്ടായിരിക്കണമേ. യുവജനവാരവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലെ യോഗങ്ങൾ ക്രമീകരിക്കുവാൻ അവിടുന്ന് ഇടയായി തീർന്നല്ലോ. വചനത്തോടുള്ള താല്പര്യത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവാക്കൾ എന്നും വളരുവാൻ, ആ ഒരു ബന്ധത്തിൽ തന്നെ നിലനിൽക്കുവാൻ മുൻപോട്ടും നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സാബു അച്ഛനെയും പ്രിയപ്പെട്ട സ്കറിയ ജോൺ അച്ഛനെയും കർത്താവെ, യുവജന സഖ്യത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൃപയിൽ പ്രിയപ്പെട്ടവരെയൊക്കെയും നീ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ വചനം കേട്ടതായിട്ടുള്ള പ്രിയപ്പെട്ടവർ, അവർക്കും കർത്താവെ ആശ്വാസവും അവരോടും നീ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മുൻപോട്ടും നിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ തക്കോണം ഞങ്ങളെ എല്ലാവരെയും നീ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. Thank you, Jijo Achan, for the meaningful and relevant message. Now I call upon Ms. Ashika Tankam Benson, the Secretary of Sharon Martoma Yuvana Sakyam, to express the vote of thanks. മ്യൂട്ടിലാണ് കേൾക്കുന്നില്ല ആഷിക.
ഇല്ല, കേൾക്കുന്നില്ല. കേൾക്കാമോ അച്ഛാ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഷാരോൺ മർത്തോമ ഇടവകയുടെ നേതൃത്വത്തിൽ യുവജന സഖ്യത്തിന്റെ യൂത്ത് കൺവെൻഷന്റെ സമാപനത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നമുക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ച എല്ലാ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നിവിടെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ്. പല തടസ്സങ്ങൾക്കിടയിലും നമുക്ക് ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ കൺവെൻഷൻ നടത്തുവാൻ തക്കവണ്ണമുള്ള കൃപ തന്ന ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ അജു മാത്യു അച്ചാച്ചനാണ്. ഏത് തിരക്കിനിടയിലും യുവജന സഖ്യത്തിന് അച്ചാച്ചനിലൂടെ ലഭിക്കുന്ന പ്രാർത്ഥനകൾക്കും പിന്തുണയ്ക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും യുവജന സഖ്യത്തിന്റെ പേരിലും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു അച്ചാച്ച. അടുത്തതായി നമ്മുടെ ഷാരോൺ മർത്തോമ ചർച്ച് ഇടവക വികാരി ഡോക്ടർ സാബു ഫിലിപ്പ് അച്ഛനാണ്. അച്ഛൻ യുവജന സഖ്യത്തിന് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രാർത്ഥനയ്ക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ഷാരോൺ യുവജന സഖ്യത്തിന്റെ പേരിലും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു അച്ഛ. അടുത്തതായി നമ്മുടെ ഇടവക സഹവികാരിയായും അതുപോലെ തന്നെ യുവജന സഖ്യത്തിന്റെ പ്രസിഡന്റായും സ്ഥാനം വഹിച്ച് കൊണ്ടിരിക്കുന്ന റവറൻ സ്കറിയ ജോൺ അച്ഛനിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ പിന്തുണയ്ക്കും സഹായത്തിനും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ഷാരോൺ മർത്തോമ യുവജന സഖ്യത്തിന്റെ പേരിലും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു അച്ഛ. അടുത്തതായി ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും നമ്മുടെ ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത ജിജോ വർഗീസ് അച്ഛനാണ്. അച്ഛൻ പങ്കുവച്ച എല്ലാ ചിന്തകൾക്കായും എൻ്റെ വ്യക്തിപരമായ പേരിലും ഷാരോൺ മർത്തോമ യുവജന സഖ്യത്തിന്റെ പേരിലും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു അച്ഛ. അടുത്തതായി നമ്മുടെ യുവജന സഖ്യത്തിന്റെ എല്ലാ പ്രവർത്തനത്തിലും ഒരു മടിയും കൂടാതെ പ്രവർത്തിക്കുന്ന സബ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് വചന ശുശ്രൂഷ നടത്തിയ മിസ്റ്റർ റോബിൻ തോമസ്, അതുപോലെ തന്നെ റവറൻഡ് ഡോക്ടർ സലോമോൻ കെ അച്ഛൻ, ഇവർ രണ്ടുപേരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ 3 ആഴ്ച നീണ്ടു നിന്ന യുവജന സഖ്യത്തിന്റെ യൂത്ത് കൺവെൻഷനിൽ സിംഗിങ് സെക്ഷനിൽ പാട്ടുകൾ പാടിത്തന്ന അനുജ ആലിസ് തോമസ്, സ്നേഹ സാറ തോമസ്, സൗമ്യ, അമിത, ക്രിസ്റ്റി, വിശാൽ ആൻഡ് താരു ചേച്ചിനോടുള്ള എൻ്റെ ഈ നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ സിംഗിങ് സെക്ഷനെ കോർഡിനേറ്റ് ചെയ്ത അൽന ചാച്ചനോടുള്ള നന്ദി ഞാൻ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു അച്ചാച്ച. അതുപോലെ തന്നെ ഇന്ന് നമ്മൾക്ക് ബൈബിൾ പോർഷൻ വായിച്ചെന്ന ജോബിൻ ജോസ്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഷൈനി ആന്റിയോടുള്ള നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ യൂത്ത് കൺവെൻഷന്റെ സക്സസിന് വേണ്ടി നമ്മളൊരു ചെയിൻ പ്രെയർ നടത്തിയിരുന്നു. ആ ചെയിൻ പ്രെയറിന് സഹായിച്ച എല്ലാ യുവജന അംഗങ്ങളോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും, യുവജന സഖ്യ അംഗങ്ങൾ, യങ് വുമൻസ് ഫെലോഷിപ്പ്, സീനിയർ മെമ്പേഴ്സ്, സീനിയർ യൂത്ത് അംഗങ്ങളോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് അറിയിച്ചത് നമ്മുടെ യുവന സഖ്യത്തിന്റെ ലേഡി സെക്രട്ടറി ആഷിക തങ്കം ബെൻസൺ ആണല്ലോ. നമ്മുടെ യുവന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്രകാരം ഒക്ടോബർ മാസത്തിൽ 3 ശനിയാഴ്ചകളോട് നമ്മൾ കൺവെൻഷൻ ക്രമീകരിക്കണമെന്ന് പ്ലാൻ ചെയ്ത് അന്ന് മുതൽ വളരെ ഭംഗിയായ രീതിയിൽ ഇത് ക്രമീകരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങൾക്ക് അതിന്റെ പിന്നിൽ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച മിസ് ആഷിക തങ്കം ബെൻസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഹോസ്റ്റ് ചെയ്യാനൊക്കെ ആഷിക ആത്മാർത്ഥമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ യൂത്ത്സിനെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ അതിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനിയും എനിക്ക് പറയുവാനുള്ളത്, കഴിഞ്ഞ 3 ശനിയാഴ്ചകളിൽ ഇപ്രകാരം യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് യൂത്ത് കൺവെൻഷനായി കൂടി വരുവാൻ ദൈവം സാവകാശം നൽകിയല്ലോ. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത്
നമുക്കറിയാം, നമ്മളെല്ലാവരും ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് പ്രയാസങ്ങളിലൂടെയും ടെൻഷനിലൂടെയും ഒക്കെ നമ്മൾ വിവിധ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ്. ഈ 3 ശനിയാഴ്ചകളിലും ദൈവത്തിന്റെ ശബ്ദം ദൈവമക്കളിലൂടെ നമുക്ക് ശ്രവിക്കുവാൻ ഇടയായി. എനിക്ക് പറയുവാനുള്ളത്, അതായത് ദൈവം നിരന്തരമായി മനുഷ്യനോട് സംവാദിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ദൈവശബ്ദം തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്നു. We need to tune our life to listen to his voice, listen to his word. ഇന്ന് പ്രിയ ജിജോ അച്ഛനിലൂടെ നമുക്ക് വളരെ മീനിങ്ഫുൾ ആയ, റിലവൻ്റ് ആയ ഒരു മെസ്സേജ് ദൈവം അച്ഛനിലൂടെ നമ്മെ കേൾപ്പിച്ചുവല്ലോ. നിരന്തരമായി God is talking to us. But in order to listen to his word, in order to listen to his voice, we need to tune our life accordingly. ഇത് നിരന്തരമായി വചനം നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവശബ്ദം തിരിച്ചറിയുവാനും കേൾക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ സാധിക്കൂ. അങ്ങനെ നമ്മൾ ക്രമപ്പെടുത്തി കഴിയുമ്പോൾ ദൈവശബ്ദം തിരിച്ചറിയുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നയിക്കുവാനും നമുക്ക് സാധിക്കും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, ദ കോളിംഗ് ഓഫ് എബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അബ്രഹാമിനോട് ദൈവം പറയുന്ന വാക്കുകളാണ്: നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. See, Abraham had no confusion at all whether it was the voice of God or not. ദൈവശബ്ദം എബ്രഹാമിന്റെ ചെവിയിലേക്ക് പതിച്ചപ്പോൾ അത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിയുവാൻ എബ്രഹാമിന് സാധിച്ചു. എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, he had a constant relationship with God. പ്രിയ ദൈവജനമേ, കൺവെൻഷനുകൾ ക്രമീകരിക്കുന്നു, ദൈവവചനം നിരന്തരം നാം കേൾക്കുന്നു. ഇത് വെറുമൊരു റൂട്ടീനായി, വെറുമൊരു ചടങ്ങായി മാത്രം പരിണമിക്കാതെ ഈ 3 ആഴ്ചകളിൽ നമ്മൾ കേട്ട വചനങ്ങൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളുടെ മധ്യത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിന്റെ മധ്യത്തിലും വചനമാകുന്ന ക്രിസ്തു, ജീവന്റെ ദൈവം എന്റെ കൂടെയാണെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ വചനങ്ങൾ നമ്മെ മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം, എനർജി നൽകത്തക്കവണ്ണം, നമുക്കൊരു പുഷ് നൽകത്തക്കവണ്ണം, നമുക്കൊരു പവർ നൽകത്തക്കവണ്ണം അതിടയായി തീരുന്നു. അപ്രകാരം അത് തീരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം, ഈ ലോക ജീവിതം മീനിങ്ഫുൾ ആയി തീരുകയുള്ളൂ. അതുകൊണ്ട് ഇപ്രകാരം ദൈവം നമ്മെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ വചനങ്ങൾ കേൾക്കുവാൻ കൂട്ടിവരുത്തിയിരിക്കുമ്പോൾ ഇത് ദൈവം നമുക്ക് ഒരുക്കി തന്ന ഒരു വിലയേറിയ അവസരമാണെന്ന ബോധ്യത്തോടുകൂടെ കേട്ട വചനത്തിനനുസരിച്ച്, വചനം നമ്മോട് ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഒരു മീനിങ്ഫുൾ ആയ, അർത്ഥപൂർണമായ ഒരു ജീവിതത്തെ നയിപ്പാൻ നമ്മിലൂടെ വചനമാകുന്ന ക്രിസ്തു ഇന്നും ജീവിക്കുകയാണ്. അത് സാധ്യമായി തീരണമെങ്കിൽ ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് ട്യൂൺ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഈ ദിവസങ്ങളിലൊക്കെ അവിടുന്ന് വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. കേട്ട വചനങ്ങളെ നമുക്ക് നിരന്തരമായി ധ്യാനിക്കുവാൻ, അതിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് പ്രത്യാശയോടുകൂടെ യാത്ര ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ ഗൈഡൻസും നേതൃത്വം നൽകിയ സാബുവച്ചനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാ യുവജന സഖ്യ അംഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ മെമ്പേഴ്സ് ഒക്കെ ഇതിൽ ആത്മാർത്ഥമായി പങ്കെടുത്തു. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സാബുവച്ചൻ എന്തെങ്കിലും ചെല്ലുന്നു? ഇല്ല, ഇതിനെ നേർന്നുള്ള എല്ലാവരും അഭിനന്ദിക്കുന്നു. പ്രത്യേകമായ സ്കറിയാവണ പ്രസിഡന്റായിരുന്ന എല്ലാ സേവനമൊക്കെ ചെയ്തത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ വലിയ വിശ്വാസമാണ്. അവർ ചെയ്തതിലുള്ള സന്തോഷമുണ്ട്. ഓ ചിൽഡ്രൻ, ഞങ്ങളുടെ യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ, വി ആർ പ്രൗഡ് ഓഫ് യു. നിങ്ങൾക്ക് കൺവെൻഷൻ നടത്താനുള്ള കഴിവുണ്ടെന്നും നിങ്ങൾ സമർപ്പിതരാണെന്നും ദൈവം നടത്തുമെന്നുള്ളതിൽ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെല്ലാം നിങ്ങളെ അഭിനന്ദിക്കുന്നു. നേതൃത്വം കൊടുത്ത കുഞ്ഞുങ്ങൾ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വിളിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് ഫലം തരട്ടെ. നല്ല സന്ദേശമൊക്കെ ലഭിച്ചു. നമ്മൾ ഇടവകയിൽ നന്നായിട്ട് അധ്വാനിപ്പാൻ, നേരെ ജയത്തുകളിൽ നയിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയത്തോടൊപ്പമായിരിക്കാൻ ഇവിടെ ആയിത്തീരട്ടെ. നമുക്ക് ലഭിച്ച ഊർജവും ഈ കൂട്ടായ്മയും ഈ ബന്ധങ്ങളും
വരും ദിവസങ്ങളിൽ ഞങ്ങൾ നമ്മളെ അനുഗ്രഹിച്ച് നടത്തുന്നതിനിടയായി തീരട്ടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധന് തിരുമായ ദൈവമേ, സർവ്വശ്രദ്ധാവേ, ഞങ്ങളുടെ യുവജനങ്ങൾക്ക് ഇപ്രകാരം ഒരു കൺവെൻഷൻ ക്രമീകരിപ്പാൻ ഈ ഒക്ടോബർ മാസത്തിൽ റെഡിയാക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവൻ ദൈവം നൽകിയ വലിയ ആലോചനയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് അതിനെക്കുറിച്ച് ഒരുപാട് ഭാരപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. എങ്കിലും ദൈവം വലിയവനാകിയ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ബലപ്പെടുത്തി ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ മക്കൾക്ക് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുവാൻ, പാട്ട് ഓർഗനൈസ് ചെയ്യുവാൻ, പ്രസംഗരെ ക്രമീകരിക്കുവാൻ, സാമ്പത്തിക ക്രമീകരണം ഉണ്ടാക്കുവാൻ, പ്രോഗ്രാം ക്രമീകരിക്കാനും ഒക്കെ അവിടുന്ന് ബലപ്പെടുത്തി ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായ ദൈവത്തിൻ്റെ സ്തോത്രം, അവർ കൊടുത്ത കഴിവുകൾക്കായ ദൈവത്തിൻ്റെ സ്തോത്രം, അവരെ ഒരുക്കിയ മാതാപിതാക്കൾക്കായ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവ സന്ദേശം കേട്ടല്ലോ. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തെ ആശ്രയിപ്പാൻ സഹായിക്കണമേ. ഇന്ന് പ്രിയപ്പെട്ട ജിജോച്ചനോട് സംസാരിച്ച് ഓർത്ത് സ്തുതിക്കുന്നു. ഹെബക്കൂക്ക് പ്രവാചകന്റെ ജീവിതാനുഭവങ്ങൾ, കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ, അവിടെ എങ്ങനെ പ്രതികരിച്ചു ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുന്നു. അത്യാവശ്യം തളർക്കുകയില്ല, മുന്തിരിവെള്ള ഫലം തരികയില്ല, ഗോശാലകൾ ശൂന്യമായി പോകും. എങ്കിലും ഞാൻ കർത്താവിൽ ആശ്രയിക്കും. കർത്താവെ, ഞങ്ങളുടെ രാജ്യം എക്കണോമിക്കലി ഡൗൺ ആകുകയാണ്, തൊഴിലില്ലായ്മ വർദ്ധിക്കുക, മതസംഘർഷങ്ങൾ കൂടുകയാണ്, ക്രൂരത വർദ്ധിക്കുകയാണ്. ഇതിനുമധ്യ ക്രൈസ്തവരായി ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവെ, എങ്കിലും ഞങ്ങളുടെ യഹോവയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പിന്തുണ എല്ലാവർക്കും സ്തുതിക്കുന്നത് യോജന സ്തോത്രം. പ്രിയപ്പെട്ട ഡോക്ടർ ലഭിക്കുന്ന സേവനത്തിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അച്ഛനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണം. ജീവോച്ചനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നല്ല നേതൃത്വം കൊടുക്കാൻ ഇടയായിത്തീരണം. കുടുംബമായി വാഴ്ത്തണം. ഞങ്ങളെ പിരിയട്ടെ നാഥ. നീ കൂടി ഓരോരുത്തർ നിറച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ മാൻപേരക്കാടിന് തുല്യമാക്കി ഇതിൽ ഉന്നതങ്ങളിൽ നടക്കുവാൻ പര്യാപ്തമാക്കി ദൈവത്തിൽ ആശ്രയിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പരിമിതികൾക്കും പരാജയങ്ങൾക്കും പരിമിതികൾക്കും സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും അപ്പുറമായി നടത്തുവാൻ ദൈവത്തിനായ സ്തോത്രം. ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ, പ്രത്യാശയോടെ ജീവിപ്പാൻ, ദൈവത്തിനെ നടത്തുവന്ന പ്രത്യാശയോടെ കാത്തിരിപ്പാൻ ഇടയായിത്തീരണമേ. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട എല്ലാവർക്കായി സ്തോത്രം. നിരന്തരമായി കൂടിയിരിക്കണമേ, ബലപ്പെടുത്തണമേ, ഫലമുള്ളവരായിരിക്കാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ സമർപ്പണത്തെ, ഞങ്ങളുടെ കമ്മിറ്റ്മെന്റിന്റെ, ഞങ്ങളുടെ ദർശനത്തെയൊക്കെ വാഴ്ത്തണമേ. കൂടുതൽ ഫലകരമായി കർത്താവിനോട് ആയിരിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ആവശ്യത്തിരിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വം പ്രതാവുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രിയരെ നാം എല്ലാവരുടെ കൂടെ നാം കേട്ട ദൈവജനത്തോടുകൂടി ഇരുന്ന് ഇന്ന് വന്നേക്കും ഇനി കൂടി ഒരുപാട് നമ്മൾ നടത്തി പരിപാടി